ദൈവത്തിനും ദൈവവചനത്തിനും ഒരു സ്ഥാനം കൊടുത്ത ആ വീട്ടിലായിപ്പോൾ ഏറ്റവും വലിയൊരു അത്ഭുതം നടന്നത്. നിങ്ങൾ ദൈവത്തിനും ദൈവവചനത്തിനൊക്കെ സ്ഥാനം കൊടുക്കുന്നവരല്ലേ, ചില കാര്യങ്ങൾ അനക്കം വെക്കാൻ തുടങ്ങും. ചില നല്ല തുടക്കങ്ങൾ ദൈവം ഇടാൻ തുടങ്ങും. നിങ്ങളുടെ ഭവനത്തിലായിരിക്കട്ടെ ഇന്നത്തെ ആദ്യത്തെ അത്ഭുതം, നിങ്ങളുടെ കുടുംബത്തിലായിരിക്കട്ടെ ഇന്നത്തെ ആദ്യത്തെ അത്ഭുതം നടക്കുക. നിങ്ങളുടെ ഭവനത്തിലായിരിക്കട്ടെ, നിങ്ങളുടെ തലമുറയിലായിരിക്കട്ടെ, നിങ്ങളുടെ കുടുംബ സാഹചര്യങ്ങൾ, സാമ്പത്തികത്തിലായിരിക്കട്ടെ ഇന്നത്തെ ആദ്യത്തെ അത്ഭുതം നടക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ആവശ്യങ്ങളെയും മനസ്സിൽ കണ്ടുകൊണ്ട് എല്ലാ മഹത്വവും ദൈവത്തിന് നൽകിക്കൊണ്ട് ഒരു നിമിഷം നിങ്ങൾ നിൽക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയെ സ്വർഗം സ്വീകരിക്കുന്ന സമയമാണ്. ദൈവത്തിൻ്റെ ഇടപെടൽ ഇന്ന് വചനത്തിലൂടെ നിങ്ങളിൽ സംഭവിക്കും. ദൈവവചനത്തിലൂടെ സംഭവിക്കുന്ന അത്ഭുതങ്ങൾ ഏറ്റവും വലിയ അത്ഭുതങ്ങളായി മാറട്ടെ. ദൈവവചനത്തിലൂടെ ലഭിക്കുന്ന സൗഖ്യങ്ങൾ ഏറ്റവും വലിയ സൗഖ്യങ്ങളിൽ ഒന്നായി തീരട്ടെ. ദൈവവചനത്തിലൂടെ ദൈവം തുറക്കുന്ന വഴികൾ ഏതൊരു കുഞ്ഞിനും മനസ്സിലാകുന്ന വിധത്തിൽ അതൊരത്ഭുത കാരണമാകട്ടെ. ഈ നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ നിൽക്കുകയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു? മക്കൾ അനുഗ്രഹിക്കപ്പെടണം. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, നിങ്ങളുടെ മക്കൾ ദൈവത്താൽ പഠിപ്പിക്കപ്പെടും, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേരുകളെയൊക്കെ മനസ്സിലോർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ സഹായം, ദൈവത്തിൻ്റെ കടാക്ഷം നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മുൻപിൽ ഇന്ന് ദൈവവചനം പറയുവാൻ ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ ഒരു ജീവിതത്തിലെ കുഞ്ഞൊരനുഭവം ഞാൻ പറയുവാണ്. ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അധ്യാപകർ ചിലപ്പോഴൊക്കെ ഓരോ കുട്ടികളോടും പേരും വീട്ടുപേരും ഒക്കെ ചോദിക്കും. വരുന്ന സ്ഥലം, പേര്, വീട്ടുപേരൊക്കെ. അങ്ങനെ എഴുന്നേറ്റ് നിന്ന് പേരും വീട്ടുപേരും പറയുമ്പോൾ പോലും ആ പേര് പോലും, സ്വന്തം പേര് പോലും പറയുമ്പോൾ തെറ്റിപ്പോയിട്ടുണ്ട്. പേടി കൊണ്ടും വെപ്രാളം കൊണ്ടും ഒക്കെ. അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിനക്ക് സ്വന്തം പേര് പോലും പറയാൻ അറിയാൻ പാടില്ലേ? സ്വന്തം പേര് പോലും പറയുമ്പോൾ തെറ്റിപ്പോയിട്ടുള്ള ഞാൻ, വീട്ടുപേര് പറയുമ്പോൾ തെറ്റിപ്പോയിട്ടുള്ള ഞാൻ, ഇന്ന് നിങ്ങളെപ്പോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട ആളുകളുടെ മുമ്പിൽ ദൈവത്തിൻ്റെ വചനം പറയാൻ കഴിയുന്നത് അത് തന്നെ ഒരു അനുഗ്രഹമായും അത്ഭുതമായുമാണ് ഞാൻ കാണുന്നത്. തലമുറ തലമുറയായി നമ്മെ അനുഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട്. മാതാപിതാക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ആ അനുഗ്രഹം മക്കളിലേക്ക് പകരുന്നൊരു അനുഗ്രഹം കൂടിയായി മാറും. നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നോ, എൻ്റെ ജീവിതം ഒത്തിരി കഷ്ടത്തിലൂടെയാണല്ലോ കടന്നു പോകുന്നത്, ഒരുപാട് വിഷമങ്ങളൊക്കെ വരുമ്പോൾ മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് പോലും ചിന്തിച്ചവരുണ്ട്. എൻ്റെ കുടുംബം തകർന്നു കിടക്കുകയാണല്ലോ എന്ന് ചിന്തിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. ഒരു നല്ല ജോലി പ്രതീക്ഷിച്ച് പണം കൊടുത്തിട്ട് ഞങ്ങളെ പറ്റിച്ചു കൊണ്ടുപോയല്ലോ, ഞങ്ങളുടെ ജീവിതമെല്ലാം വഴിമുട്ടി നിൽക്കുകയാണല്ലോ, ഇനി ഒരു പോം വഴിയില്ലാതെ ഭാരപ്പെടുകയാണല്ലോ. ഈ വിഷയമെല്ലാം ദൈവകരങ്ങളിൽ കൊടുക്കുക. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ നിങ്ങൾ അനുഭവിക്കാൻ ഇടവിടും. എൻ്റെ ജീവിതം അനുഗ്രഹമാകാൻ ദൈവം തന്ന അവസരമാണിത്. എൻ്റെ ജീവിതത്തിലേക്കൊരു വിടുതൽ ലഭിക്കുവാൻ ദൈവം നൽകിയ അവസരമാണിത്. പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ദൈവം നൽകിയ ഒരു വലിയ അവസരമാണിത്. തലമുറ തലമുറയാ കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിനാഴം ആർക്കു വർണ്ണിച്ചിടാം. അർത്ഥമറിഞ്ഞ എല്ലാവരും ഒന്ന് പാടിയേ. തലമുറ തലമുറയാ കരുതുന്ന
ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹം എന്തുള്ളൂ. കരങ്ങൾ അല്പം യാചനാപൂർവ്വം പിടിച്ച് നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹം എന്തുള്ളൂ. എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, തലമുറ അനുഗ്രഹിക്കപ്പെടണം, തലമുറ അനുഗ്രഹിക്കപ്പെടണം. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി അനുഗ്രഹമാകണം. വിശ്വസിച്ച് പ്രാർത്ഥിക്കുവാൻ എല്ലാ വ്യക്തികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, എല്ലാ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് പറയാമോ, തലമുറ തലമുറയാ, തലമുറ തലമുറയാ കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആർക്കു വർണ്ണിച്ചിടാം. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത്, ഇതൊരവസരമാണ്. ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് പറയാൻ എനിക്ക് ദൈവം തന്ന അവസരം, അത് കേൾക്കാൻ ദൈവം നിങ്ങൾക്ക് തന്ന ഒരവസരം, പാടാൻ പാട്ടുകാരന് പാട്ടുപാടി ദൈവത്തെ ആരാധിക്കാൻ ദൈവം കൊടുത്ത അവസരം, ക്യാമറ വെച്ച് ഈ വചനങ്ങളെ അനേകരിലെത്തിക്കാൻ ദൈവം കൊടുത്ത അവസരം, അനേകർക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തെ കൊടുക്കുവാൻ ദൈവം നൽകിയ അവസരമാണ് ഈ ശുശ്രൂഷകളും ഈ ജീവിതവും എല്ലാം. എല്ലാം മഹത്വവും ദൈവത്തിന് നൽകുകയാണ്. ഇന്നൊരു നല്ല അനുഗ്രഹത്തിൻ്റെ, ദൈവം ഇടപെടുന്നതിൻ്റെ ഒരു നല്ല സമയമായത് മാറും. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ഇരിക്കാമോ? ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ കൂടെയുള്ള പ്രിയപ്പെട്ട മാർട്ടിൻ അച്ഛനെയും നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കുന്നു. അച്ഛൻ്റെ ഇടവകയെയും അച്ഛൻ്റെ ശുശ്രൂഷകളെയും എല്ലാം നന്ദിയോടെ ഓർക്കുന്നു. അച്ഛൻ്റെ സാന്നിധ്യത്തിന് ഏറ്റവും ബഹുമാനത്തോടെ നന്ദി പറയുന്നു. അതുപോലെ വിവിധ ദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവർ, അടുത്തു നിന്ന് വന്നിട്ടുള്ളവർ എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഓർക്കുകയാണ്. ഞാൻ വിശ്വസിക്കുകയാണ്, എനിക്ക് നിങ്ങളോട് ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നത് ദൈവം എനിക്ക് നൽകിയ ഒരു അവസരമാണ്, ഒരു വലിയ അവസരമാണിത്. ഇതൊക്കെ ദൈവം ചില അനുഗ്രഹത്തിൻ്റെ തുടക്കമിടുന്ന സ്ഥലമാണിത്. അനുഗ്രഹത്തിനൊരു തുടക്കമിടുന്ന സ്ഥലം. ചിലപ്പോൾ എല്ലാ വഴികളും അടഞ്ഞ് ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു സമയത്തായിരിക്കും ഇങ്ങോട്ട് കയറി വന്നത്. ആഗ്രഹിച്ചിട്ടായിരിക്കില്ല ചിലപ്പോൾ വന്നത്, ആരോ ഉന്തിത്തള്ളി കൊണ്ടുവന്നതായിരിക്കാം. എന്തായാലും ഇപ്പോൾ എത്തി നിൽക്കുന്നത് ദൈവത്തെ ആരാധിക്കുന്നൊരു സ്ഥലത്താണ്. ദൈവത്തോട് സ്നേഹം, ദൈവത്തോട് ദൈവത്തിൻ്റെ കരുണയൊക്കെ അനുഭവിക്കാൻ പറ്റുന്നൊരു സ്ഥലത്താണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇന്നലെയും ആളുകളോട് സൂചിപ്പിച്ച ഒരു കുഞ്ഞ് അനുഭവം നിങ്ങളോട് പറയുവാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു അമ്മ ഇവിടെ വന്നപ്പോൾ ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു, കുറേ ആയല്ലോ നിങ്ങളെ കണ്ടിട്ട്. അപ്പോൾ പറഞ്ഞു, ഞാൻ എൻ്റെ മകൻ്റെ കൂടെ കാനഡയിലാണിപ്പോൾ, അവധിക്ക് വന്നുകൊണ്ടാണ്, അതുകൊണ്ടാണ് ഞാൻ വരാത്തത്. അപ്പോൾ ആ സഹോദരി അമ്മ പറയുവാണ്, ഞങ്ങൾ 8 വർഷം മുമ്പ് ഇവിടെ സ്ഥിരമായി വരുമായിരുന്നു. ഞാൻ തിരിച്ചു പറഞ്ഞു, നല്ല മുഖപരിചയമുണ്ട്, എനിക്ക് അറിയാം. പക്ഷെ ആ സ്ത്രീ പറഞ്ഞു, അമ്മ പറഞ്ഞു, എൻ്റെ വീട്ടിൽ അച്ഛൻ വന്നിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ വീട് എവിടെയാണ്? ഇന്ന സ്ഥലത്താണ്, ഇന്നതുപോലെ പോകുമ്പോഴാണ് എൻ്റെ വീട്. എനിക്കത് ഒത്തിരി ആലോചിച്ചിട്ടും ആ വീട്ടിൽ പോയതോ ആ വീട്ടിൽ ആ വഴിയൊന്നും എൻ്റെ ഓർമ്മയിൽ പോലുമില്ല. പക്ഷെ അവർ പറഞ്ഞു, അച്ചോ, അന്ന് അച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ വരുമ്പം ഞങ്ങളുടെ വീട്ടിൽ കയറണമെങ്കിൽ കുനിഞ്ഞു വേണമായിരുന്നു കയറാൻ. നേരെ കയറത്തില്ല, എല്ലാ വീട്ടിലും ചെല്ലുന്ന പോലെ അങ്ങ് കയറത്തില്ലായിരുന്നു, ഇങ്ങനെ കുനിഞ്ഞു വേണം കയറാൻ. അത്രയും ചെറുതായിരുന്നു ഞങ്ങളുടെ വീട്. 8 വർഷം മുമ്പ് അച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ പാലൊഴിച്ച ഒരു ചായ തരാൻ ഇല്ലായിരുന്നു.
പാലൊഴിച്ച് ഒരു ഗ്ലാസ് ചായ തരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിനുള്ളൊരു വകയില്ലായിരുന്നു, പൈസയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ എല്ലാ ദിവസവും ഞങ്ങളുടെ ദാരിദ്ര്യത്തിൻ്റെ സമയത്ത് ആടിനെ വിറ്റിട്ട് വരെ ആ പൈസ കൊണ്ട് ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്. വണ്ടിക്കൂലിക്കായിട്ട് ആടിനെ വിറ്റ പൈസ വണ്ടിക്കൂലിയായി മുടക്കി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞങ്ങളെ പലരും കളിയാക്കിയിട്ടുണ്ട്. എപ്പോഴും ഈ പ്രാർത്ഥനയാണെന്ന് പറഞ്ഞ് ഓട്ടമാണെന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ ദാരിദ്ര്യത്തിൻ്റെ സമയത്തും ഒന്നുമില്ലാത്ത സമയത്തും ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ 2 മക്കളും കാനഡയിലാണ്. ഞങ്ങളിപ്പോൾ നല്ലൊരു വീട് വെക്കാൻ നോക്കുവാണ്. എൻ്റെ പിള്ളേരിൽ ഒരാൾ ആ നാട്ടിലൊരു വീട് മേടിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ്. ഞങ്ങളുടെ ജീവിതം മാറിയ അനുഗ്രഹത്തിന് തറക്കല്ലിട്ടൊരു സ്ഥലമാണ് ഈ സ്ഥലം. അങ്ങനെ മറക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ദൈവം അനുഗ്രഹത്തിൻ്റെ നല്ല കാര്യത്തിന് തുടക്കമിടുന്നൊരു സ്ഥലമാണിത്. ചിലപ്പോൾ നമ്മൾ ഇനി കാണുന്നത് 5 വർഷം കഴിഞ്ഞായിരിക്കും ആയുസ്സും ആരോഗ്യം ഉണ്ടെങ്കിൽ. ചിലപ്പോൾ നിങ്ങളെന്നെ കാണുന്നത് 8 വർഷം കഴിഞ്ഞായി. അന്ന് നിങ്ങൾ ചിലപ്പോൾ ഞങ്ങളോട് പറയും, ഞങ്ങൾ 2025 ഇങ്ങനെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അന്ന് ഇന്ന കാര്യം പറഞ്ഞ് സങ്കടത്തോടെ ഇവിടെ വന്ന് കയറിയത്, ഞങ്ങളന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾക്കിന്നൊരു അനുഗ്രഹമാണ്. ഞാൻ വിശ്വസിക്കുന്ന, എൻ്റെ ഭാഷയിൽ പറയാം, ദൈവവചനത്തിലൂടെ സംഭവിക്കുന്ന അത്ഭുതങ്ങൾ ഏറ്റവും വലിയ അത്ഭുതങ്ങളായി എണ്ണപ്പെടും. ഏറ്റവും വലിയ അത്ഭുതങ്ങളുടെ കൂട്ടത്തിൽ അതും ഒരു സമയത്ത് എണ്ണപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. ഏറ്റവും വലിയ കാര്യങ്ങൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. ഏറ്റവും വലിയ കാര്യങ്ങൾ ദൈവം നിങ്ങളിൽ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എത്രയോ അടുക്കും ചിട്ടയോടും കൂടിയാണ് നിങ്ങൾ സഹകരിക്കുന്നത്. ഈ തിരക്കുള്ള സമയത്ത് 5 മിനിറ്റ് പോലും ഫോൺ നോക്കാതെ നമുക്കൊന്നും ഇരിക്കാൻ പറ്റാത്ത കാലത്ത് ഫോണൊക്കെ നോക്കാതെ, ഫോണൊക്കെ സൈലൻ്റായിട്ടോ ഒക്കെ കീശേ വെച്ച് എത്ര സമയമാണ് ഈ ഫോണൊക്കെ നോക്കാതെ നിങ്ങളൊരു ഇതിനകത്ത് ആവിയും ചൂടും പരവേശം ഒക്കെ ഉണ്ടായിട്ടും സഹിച്ചിരിക്കുന്നത്? ഇത് ഈ ആലയത്തെ ദൈവം സ്നേഹിക്കുന്നതിൻ്റെ അടയാളമാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യരും ദൈവം ഈ ആലയത്തെ തെരഞ്ഞെടുത്തു എന്നതിൻ്റെ തെളിവാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യരും, ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും. ദൈവം നമ്മളെ ഈ ആലയത്തെ തെരഞ്ഞെടുത്തു എന്നതിൻ്റെ അടയാളമാണിത്. ഹല്ലേലൂയ. അപ്പോൾ സന്തോഷമായും പ്രതീക്ഷയോടും കൂടെ ഇരുന്ന് ദൈവത്തിൻ്റെ വചനം ഇന്ന് ശ്രദ്ധിക്കുകയാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് കാട്ടിലെ മരങ്ങൾ വളരുന്ന രീതിയും നാട്ടിലെ തോട്ടങ്ങളിൽ മരങ്ങൾ ചെടികൾ വളരുന്ന രീതിയും രണ്ടും 2 രീതിയിലാണ്. കാട്ടിലെ മരങ്ങളും വളരും, അത് തോന്നിയതുപോലെ വളരും, ഇഷ്ടമുള്ളതുപോലെ വളരും. പക്ഷെ തോട്ടത്തിൽ നമ്മൾ നട്ട മരങ്ങളോ അതിന് വളം കൊടുക്കും, വെള്ളം കൊടുക്കും, ചിലപ്പോൾ അതിൻ്റെ ചില കമ്പുകൾ മുറിച്ചു കളയും. ഏതിനാ ഫലം കൂടുതൽ? കാട്ടിലെ മരങ്ങൾക്കോ അതോ നാട്ടിൽ നമ്മുടെ തോട്ടങ്ങളിൽ വളരുന്ന മരങ്ങൾക്കോ ഫലം കൂടുതൽ? തോട്ടത്തിലെ നട്ട മരങ്ങൾക്കാണ് ഫലം കൂടുതൽ. ഈ ശുശ്രൂഷകളും നമ്മുടെ പ്രാർത്ഥനകളും ഒക്കെ കാട്ടിൽ വളരുന്നത് പോലെ എങ്ങനെയും വളരാനുള്ള സ്ഥലമല്ല. അത് തോട്ടത്തിൽ വളരുന്നത് പോലെ ഫലം കായ്ക്കത്തക്ക വിധം വളരാൻ ദൈവം ഒരുക്കിയ ശുശ്രൂഷകളാണ്. അതിന് ചില ഒരുക്കങ്ങൾ കിട്ടും, വളവും വെള്ളവും പോലെ ചില പ്രാർത്ഥന കിട്ടും, ചില അനുഗ്രഹങ്ങൾ നമുക്കിതിലൂടെ കിട്ടുമ്പോൾ കാട്ടിൽ ഒരു മരം വളരുന്നത് പോലെ എങ്ങനെയോ വളർന്ന് മരമാകുന്ന ഒരു രീതിയല്ല. തോട്ടത്തിൽ നമ്മൾ നട്ട മരങ്ങൾക്കും ചെടികൾക്കും സമയാസമയങ്ങളിൽ വെള്ളവും വളവും കരുതലും ഒക്കെ കൊടുത്ത് എന്ത് ശ്രദ്ധ കൊടുത്താണ് വളർത്തുന്നത്. അതുപോലെ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും തോട്ടത്തിൽ നട്ടു വളർത്തുന്ന ചെടിയെപ്പോലെയാണ്. നിങ്ങൾക്ക് കിട്ടുന്നൊരു പ്രാർത്ഥനയുണ്ട്, നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരുന്ന ചില അനുഗ്രഹമുണ്ട്, മക്കൾ അനുഗ്രഹിക്കപ്പെടുന്ന ചില വഴികളുണ്ട്. അങ്ങനെ തോട്ടത്തിൽ നട്ട മരങ്ങളെപ്പോലെ ചെടികളെപ്പോലെയാണ് ദൈവം ഇന്ന് നിങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അനുഗ്രഹമാണ്. അത് കൂടുതൽ ഫലം കായ്ക്കാൻ കാരണമാകും, ഒത്തിരി നന്മകൾക്കത് കാരണമാകും. വിശ്വസിക്കുന്നോ? ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നല്ലൊരു ദിവസമാണ്. ഈ ദിവസം നിങ്ങളോട് ദൈവവചനത്തിലൂടെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം വെച്ച് ഒന്ന് ചെറിയ രീതിയിലൊന്ന് പ്രാർത്ഥിക്കുവാണ്. എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടണമെന്നാഗ്രഹമുള്ള ഓരോരുത്തരും ഇത് ശ്രദ്ധിക്കണം. എൻ്റെ മക്കൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം, അവരാരും വഴിതെറ്റിപ്പോകല്ല്.
ഞാനൊരു വാക്യം വായിക്കാം. റോമാലേഖനം 16-ാം അധ്യായം 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. റോമാലേഖനം 16-ാം അധ്യായം 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കുവാണ്. റോമാലേഖനം 16:13. കർത്താവിൽ തെരഞ്ഞെടുക്കപ്പെട്ട റൂഫസിനും അവൻ്റെ അമ്മയ്ക്കും. ഒരു മിനിറ്റ്, അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട റൂഫസിനും അവൻ്റെ അമ്മയ്ക്കും. അവൻ്റെ ഈ റൂഫസിനെ എന്തിനാ ദൈവം തെരഞ്ഞെടുത്തത്? ഈ പുള്ളി എവിടുന്ന് വന്നാ? ഇദ്ദേഹം എവിടുന്ന് വന്നത്? നമ്മൾ വായിച്ചു പോകുമ്പോൾ റൂഫസ്, വലിയ പരിചയമില്ലല്ലോ ഈ പേര്. ഈ മനുഷ്യനെ ദൈവം തെരഞ്ഞെടുക്കാനും, എന്നിട്ട് എന്നെ എഴുതിയിരിക്കുക ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട റൂഫസിനും അവൻ്റെ അമ്മയ്ക്കും വന്ദനം പറയുവിൻ. അപ്പൊ ബഹുമാനത്തോടെ പറയുന്നൊരു വാക്കാ. നിങ്ങൾ ഗസ്റ്റ് വരുന്നുണ്ട്, അവരെ ഒന്ന് സ്വീകരിക്കണമെന്ന് കൈകൂപ്പി പിടിച്ച് സ്വീകരിക്കാൻ പറയും. എഴുതിയിരിക്കുക റൂഫസിനും അവൻ്റെ അമ്മയ്ക്കും വന്ദനം. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട റൂഫസിന് എന്നാ ഇത്ര ഒരു പ്രത്യേകത ഉണ്ടാകാൻ കാരണം? മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നാ കാരണം എന്ന് എഴുതി ഇങ്ങനെയാണ്: അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പിതാവായ കിറേനക്കാരൻ ശിമയോൻ നാട്ടിൻ പുറത്തു നിന്ന് വന്ന് അതിലെ കടന്നു പോവുകയായിരുന്നു. യേശുവിൻ്റെ കുരിശു ചുമക്കാൻ അവർ അവനെ നിർബന്ധിച്ചു. അപ്പോൾ റൂഫസിനും അവൻ്റെ അമ്മയ്ക്കും ഇല്ലേ റൂഫസിനെ ദൈവം തിരഞ്ഞെടുക്കാൻ കാരണം റൂഫസിൻ്റെ അപ്പൻ യേശുവിൻ്റെ കുരിശ് ചുമക്കാൻ യേശുവിനെ സഹായിച്ച ആളാ. ആ അനുഗ്രഹമാ ഇന്ന് ആ തലമുറയ്ക്ക് കിട്ടിയത്. എന്നിട്ട് പറയുവാ റൂഫസിനും അങ്ങനെയല്ല, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട റൂഫസിനും അവൻ്റെ അമ്മയ്ക്കും വന്ദനം ചൊല്ലുവിൻ. അഭിവാദന. അപ്പം നമ്മൾ ചിന്തിക്കും റൂഫസ് എവിടുന്ന് വന്നു? ഇത് എവിടുന്ന് വന്നയാളാണ്? ഇതേ എഴുതിയിട്ടുണ്ട്, അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പിതാവായ കിറേനക്കാരൻ ശിമയോൻ നാട്ടിൻ പുറത്തു നിന്ന് വന്ന് അതിലെ കടന്നു പോകുമ്പോൾ യേശുവിൻ്റെ കുരിശ് ചുമക്കാൻ, ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ, അതൊന്ന് കുറച്ചു നേരം ചുമക്കാൻ നിർബന്ധിച്ചു. അങ്ങനെ യേശുവിൻ്റെ കുരിശ് ചുമന്നയാളാണ് റൂഫസിൻ്റെ പിതാവ്. അപ്പൻ യേശുവിൻ്റെ കുരിശിനെ ചുമക്കാൻ അത്രയും ഒരു സഹായമായപ്പോൾ അതിൻ്റെ അനുഗ്രഹം കയറി വന്നത് മക്കളിലേക്കാണ്. അതാ പറഞ്ഞത്, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ഒരു അവസരം കിട്ടിയോ? അതൊരനുഗ്രഹത്തിന് ദൈവം തരുന്ന അവസരമാണ്. ഇങ്ങനെ ഈ ക്യാമറ വെക്കാൻ നിനക്കൊരവസരം കിട്ടിയോ? അത് അവസരമാണ്, ദൈവം തന്ന അവസരമാണ്. മൈക്ക് പിടിച്ചിങ്ങനെയാ എന്നേക്കാൾ ശ്രേഷ്ഠരായ വിദ്യാഭ്യാസമുള്ള കഴിവുള്ള ആളുകളുടെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് ഇത് ദൈവം തന്ന അവസരമാണ്. പാടാൻ ഇങ്ങനെ നിന്ന് പാടി പ്രാർത്ഥിക്കാൻ ദൈവം ആ മനുഷ്യന് കൊടുത്ത അവസരമാണ്. ദൈവവചനം ദിവസവും കേൾക്കുമ്പോൾ ചിലർ പറയും ഞാനതെൻ്റെ കുടുംബക്കാർക്കെല്ലാം അയച്ചു കൊടുക്കും. അത് ദൈവത്തിൻ്റെ വചനം അനേകർക്ക് എത്തിച്ചു കൊടുക്കാൻ നിനക്ക് ദൈവം തന്ന അവസരമാണത്. അങ്ങനെ ഒരു അവസരം കിട്ടി. അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പിതാവായ കിറേനക്കാരൻ ശിമയോന് അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ശിമയോൻ പറഞ്ഞില്ല, എന്നെക്കൊണ്ടൊന്നും ഒക്കത്തില്ല, എനിക്ക് വേറെ പണിയുണ്ട്, ഞാൻ വേറൊരു വഴിക്ക് പോവുകയെന്ന് പറഞ്ഞ് പുള്ളി പോയില്ല. അവരെ നിർബന്ധിച്ചപ്പോൾ ഈ ശിമയോൻ യേശുവിൻ്റെ കുരിശിനെ ചുമക്കാൻ സഹായിച്ചു. അനുഗ്രഹം ഇപ്പോൾ ആ റോമാലേഖനത്തിൽ പറയുക, റൂഫസിൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട റൂഫസിനും അവൻ്റെ അമ്മയ്ക്കും വന്ദനം ചൊല്ലുവിൻ. മക്കൾക്കും കുടുംബത്തിനും അനുഗ്രഹം ഉണ്ടായി. ഇവിടെ ഇരിക്കുന്ന എല്ലാ അമ്മമാരും കേട്ടെ, ഇവിടെ ഇരിക്കുന്ന എല്ലാ അപ്പച്ചന്മാരും കേട്ടെ, നാളെ അപ്പനും അമ്മയൊക്കെ ആകാനുള്ളവർ ഇതിനകത്തുണ്ട്. നിങ്ങൾ കേട്ടെ, നിങ്ങളിലൂടെ ചില അനുഗ്രഹങ്ങൾ നമ്മൾ പോലും അറിയാതെ തലമുറകളിലേക്ക് പകരപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. കാണുമ്പോൾ ഒന്നും നടക്കുന്നില്ല. ഒരു മനുഷ്യൻ അവിടെ നിന്ന് മൈക്കിലൂടെ പ്രസംഗിക്കുന്നു, കുറേ ലൈറ്റുകളൊക്കെ ഉണ്ട്, ഒരു ഫാൻ അവിടെ വച്ചിട്ടുണ്ട്. നമ്മൾ കാണുന്നത് ഇത്രയേ ഉള്ളെങ്കിലും ഈ ദൈവവചനത്തിലൂടെ പകരപ്പെടുന്ന, കൈമാറ്റം ചെയ്യുന്ന, ഒരു കൈയിൽ നിന്ന് വേറൊരാളുടെ കൈകളിലേക്ക്, ഒരാളുടെ ജീവിതത്തിൽ നിന്ന് മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് ദൈവവചനത്തിലൂടെ പകരപ്പെടുന്ന ചില അനുഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു അവസരമാണെന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. ഈ ധ്യാന കേന്ദ്രത്തെക്കുറിച്ച്
ഷാജൻ ബ്രദർ സംസാരിച്ചപ്പോൾ പറഞ്ഞു, അദ്ദേഹം ഒരുപാട് ധ്യാന കേന്ദ്രങ്ങളിൽ ശുശ്രൂഷ ചെയ്യാൻ അവസരം കിട്ടിയ ഒരു ശുശ്രൂഷകനാണ്. സത്യമാണ്. ആലപ്പുഴ രൂപതയുടെ അല്ലേ ലത്തീൻ സഭ മുഴുവൻ്റെയും വചനപ്രഘോഷണത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളും കൂടിയാണ് അദ്ദേഹം. ഒരു രൂപതയുടെ മാത്രമല്ല, ലത്തീൻ രൂപതകളുടെ മുഴുവൻ വചന ശുശ്രൂഷയായിട്ട് ബന്ധപ്പെട്ട് ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ്. ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യം ഇവിടെ നിന്ന് പറയട്ടെ, ഇത് ദൈവത്തിൻ്റെ നിയോഗമാണ് ഈ സ്ഥലവും ഈ ശുശ്രൂഷകളെല്ലാം. ഹല്ലേലൂയ. നല്ല ഉറപ്പുണ്ട്, സത്യസന്ധമായി ദൈവത്തെ വിളിച്ച് വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹത്തിൽ ഒരു മനുഷ്യന് കാട്ടിലെ മരം പോലെയല്ല, തോട്ടത്തിൽ നട്ട ഒരു ചെടി പോലെയും മരം പോലെയും മനുഷ്യർ വളരുമെന്ന്. അത് ഫലം കായ്ക്കാൻ കാരണമാകും. അതുകൊണ്ടാണല്ലോ 8 വർഷങ്ങൾക്ക് മുമ്പ് ഒരമ്മ വന്ന് പറഞ്ഞത്, അന്ന് അച്ഛൻ വന്നപ്പോൾ പാലൊഴിച്ചൊരു ചായ തരാൻ ഒത്തില്ല, ഇന്നും ദുഃഖമാണ്. അന്ന് 8 വർഷം മുമ്പ് പാലൊഴിച്ച് ചായ തരാൻ തന്നില്ല, കട്ടൻ ചായ തന്നേന്ന്. അത് 8 വർഷം മുമ്പത്തെ കാര്യം. ഇപ്പോൾ കാനഡയിൽ മകൻ്റെ കൂടെ പോയി നിന്നേച്ച് 6 മാസത്തിന് അവധിക്ക് വന്നേക്കുക. ഇനി കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു 4-5 മാസം കഴിഞ്ഞ് വീണ്ടും പോകുമെന്നൊക്കെയാണ് പറഞ്ഞത്. ആ അമ്മ പറയുവാണ്, അന്ന് കിട്ടിയ ഒരു അനുഗ്രഹമാണ് ഇന്ന് ആ മക്കൾക്കൊരു അനുഗ്രഹമായത്. നിങ്ങളിവിടുന്ന് പോകുമ്പോൾ ദൈവം നിങ്ങളെ മടക്കി വിടുന്നത് ഒരു അനുഗ്രഹമായിട്ടായിരിക്കട്ടെ. അതുകൊണ്ടാണ് പറഞ്ഞത്, മക്കൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തരും ഈ വചനത്തെ ശ്രദ്ധിക്കണം. അടുപ്പിനകത്ത് വിറക് വെച്ച് കത്തിക്കുന്ന അടുപ്പിലെ വിറക് കൊള്ളി പോലെയാണ് ഞാനും നിങ്ങളും. അടുപ്പിൽ കത്തിക്കൊണ്ടിരിക്കുന്ന 5-8 വിറക് ഇങ്ങനെ നിന്ന് കത്തുകയാണ്. അതിൽ ഒരെണ്ണം എടുത്ത് അങ്ങോട്ടിട്ടാൽ അവിടെ കത്തും, ഒരെണ്ണം ഇവിടുന്ന് എടുത്ത് ഇങ്ങോട്ടിട്ടാൽ അത് അവിടെയും കത്തും. ഈ പ്രാർത്ഥന കഴിഞ്ഞ് പോകുമ്പം ഒരടുപ്പിൽ കത്തുന്ന കുറേ വിറകുകളാണിത്. ഈ വിറക് നിങ്ങളുടെ വീടിനൊരു അനുഗ്രഹമായി കത്തേണ്ട വിറകാണിത്. ഇവിടെ നിന്ന് കിട്ടുന്ന അനുഗ്രഹമാണ് അത് അപ്പുറത്ത് പോയി അനുഗ്രഹമായി അത് തലമുറയ്ക്കൊരു അനുഗ്രഹമാകുന്നത്. ഒരടുപ്പിൽ കത്തുന്ന ഒരുപാട് വിറക് കൊള്ളികൾ പോലെ ഒത്തിരി മനുഷ്യരിവിടെ നിൽക്കുക. ഈ നമ്മളൊക്കെ ഓരോ ഭവനത്തിനും അനുഗ്രഹം ആകേണ്ടവരാണ്. അതിനുവേണ്ടി ദൈവം തെരഞ്ഞെടുത്ത് കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തിയിരിക്കുന്നതാണ്. ചിലരെ സംബന്ധിച്ച് പറയും, ഉന്തിത്തള്ളി ദൈവം ഇവിടെ എത്തിച്ചതാ. ഉന്തിത്തള്ളി ദൈവത്തിൽ ഇവിടെ വരണമെന്ന് ആഗ്രഹമുള്ള, ഇങ്ങനെ ഈ ധ്യാനവും പാട്ടും പ്രാർത്ഥനയും ഒന്നും ഇഷ്ടമില്ലാത്ത ആളുകൾ ഇവിടെ വരാറുണ്ട്. എന്താ ഇവിടെ വന്നതെന്ന് അവർക്ക് പോലും അറിയില്ല. അവർ പറഞ്ഞു, എന്തോ ഉന്തിത്തള്ളി ഇങ്ങ് പോകുന്നു. ചിലപ്പോൾ ഉന്തിത്തള്ളി വന്നതായിരിക്കും. എല്ലാവരെയും പോലെയും പ്രാർത്ഥിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. ചിലർ പറയും, എനിക്ക് ഇങ്ങനെ കൈ പൊക്കി പ്രാർത്ഥിക്കാനൊന്നും ഇഷ്ടമില്ല. വേണ്ടെന്നേ, നിനക്ക് പറ്റും പോലെ പ്രാർത്ഥിച്ചാൽ മതി. എനിക്ക് ഈ ഒച്ച ഇഷ്ടമല്ല, ആ മുറ്റത്തേക്ക് മാറി നിന്ന് അവിടെ ശാന്തമായി അവിടുന്ന് പ്രാർത്ഥിച്ചാലും മതി. ഇവിടെ ഇങ്ങനെ ഇരിക്കണമെന്നൊന്നുമില്ല. എനിക്ക് ഇങ്ങനെയുള്ള പാട്ടുകളൊന്നും അത്ര ഇഷ്ടമില്ല. പറ്റുന്ന പോലെ പാടിയാൽ മതി, പറ്റും പോലെ പ്രാർത്ഥിച്ചാൽ മതി. നിൻ്റെ ഹൃദയത്തെ ദൈവം കാണുന്നത്. കൈ പൊക്കിയതോ ചാടിയതോ അല്ലെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല. ദൈവം നോക്കുന്നത് നിൻ്റെ മനസ്സാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് അത് മുറ്റത്താ നിൽക്കുന്നതിലും വരാന്തയിലാണ് നിൽക്കുന്നതിലും താഴെയാണ് നിൽക്കുന്നതിലും അപ്പുറത്ത് റോട്ടിൽ ആ വണ്ടി ഇരുന്നിട്ട് ആ കാറിനകത്ത് ഇരിക്കുമായിരിക്കും, ഇതൊന്നും കേൾക്കാതെ. സാരമില്ല, ആ വ്യക്തിക്ക് വേണ്ടി നമ്മളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം അടുത്താണ്, സമീപസ്ഥനാണ്. പറ്റും പോലെ പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ. എപ്പോഴാണോ മടുപ്പ് ക്ഷീണമൊക്കെ തോന്നുന്നത് അന്നേരം പുറത്തേക്ക് ഇറങ്ങിപ്പോകും, നിങ്ങളുടെ സ്വാതന്ത്ര്യം. പക്ഷെ 1 മിനിറ്റ് ദൈവത്തെ വിളിച്ചുള്ളൂ, അത് ഏറ്റവും ആത്മാർത്ഥതയോടെ ആയിരിക്കണം. ഹല്ലേലൂയ. അതിനൊരു അനുഗ്രഹമുണ്ട്. ഈ അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പിതാവായ ശിമയോൻ 1.5 മണിക്കൂറൊന്നും കുരിശ് ചുമന്നില്ല. അവർ നിർബന്ധിച്ചപ്പോൾ കുറച്ചു നേരേ കുരിശ് ചുമന്നുള്ളൂ. 2 മണിക്കൂറൊന്നും കുരിശ് ചുമന്നില്ല, കുറച്ചു നേരം. ആ കുറച്ചു നേരം ആത്മാർത്ഥതയോടെ ആ കുരിശൊന്ന് കൊണ്ടുപോകാൻ സഹായിച്ചതിൻ്റെ അനുഗ്രഹമാണ് റോമാലേഖനത്തിൽ എഴുതിയിട്ടിരിക്കുന്നത്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട റൂഫസിനും അവൻ്റെ അമ്മയ്ക്കും വന്ദനം ചൊല്ലുവിൻ, വന്ദനം പറയുവിൻ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരു നിമിഷം ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് പാട്ടുപാടിയത് വെറുതെ അല്ല, തലമുറയായി നിങ്ങളെ അനുഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എവിടെയാണ്? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുവാണോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലാണോ? ഇപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കോളേജിലാണോ? ഹോസ്റ്റലിലാണോ? അതോ യൂറോപ്യൻ രാജ്യത്താണോ? ദുബായ് പോലുള്ള രാജ്യത്താണോ? ഫ്രാൻസിലാണോ? എവിടെയാണ് ഉള്ളത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുള്ളത്? ആ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ അമേരിക്കയിലായിരിക്കും, അവിടെ നേരം വെളുത്തിട്ടുണ്ടാകില്ല, അവിടെ കിടന്നുറങ്ങുന്ന സമയമാവും. കാനഡയിൽ അവിടെ ഇപ്പോൾ രാത്രിയായിരിക്കും, ഇപ്പോൾ വ്യാഴാഴ്ച രാത്രിയായിരിക്കും.
ഓരോ സമയത്തും ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കാം. പക്ഷെ എവിടെയായിരുന്നാലും ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഈ ആവിയും ചൂടും പരവേശവും ഒക്കെ ഉള്ള സ്ഥലത്ത് ഈ കസേരയെ കൂടെ ഇരുന്ന് ഈ നിലത്ത് ഇരിക്കുമ്പോഴൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൂടി ഓർത്ത് അവർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുകയാണ്. റൂഫസിൻ്റെയും അലക്സാണ്ടറിൻ്റെയും പിതാവായ ശിമയോൻ അന്ന് കുരിശ് ചുമക്കാൻ കുറച്ചു നേരം നിർബന്ധിച്ചപ്പോൾ, സഹായിച്ചപ്പോൾ അതിൻ്റെ അനുഗ്രഹം കൃത്യമായി തലമുറകളിലേക്ക് കൈമാറിയതുപോലെ കർത്താവേ, ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ മാതാപിതാക്കളും പ്രിയപ്പെട്ടവരാണ് അങ്ങേക്ക്. ഓരോ വ്യക്തികളും സങ്കടത്തിലാണ്. നിങ്ങളോട് ഈ വചനത്തിൽ നിന്നുകൊണ്ട് പറയാം, ഇന്നത്തെ ദാരിദ്ര്യമൊക്കെ മാറും കേട്ടോ. ഇന്നത്തെ പ്രശ്നങ്ങളൊക്കെ മാറി വരും കേട്ടോ. ഇന്നത്തെ അനർത്ഥങ്ങളും തകർച്ചകളും എല്ലാം മാറും. ഇന്ന് വക്ക് പൊട്ടിയ പാത്രം പോലെ ആയിരിക്കും. ഇന്ന് തകർന്ന് തരിപ്പണമായ ഒരു ഗ്ലാസ് പോലെ ആയിരിക്കും. അതൊക്കെ മാറി വരും കേട്ടോ. അതൊക്കെ മാറി വരും. അലക്സാണ്ടറിനെയും റൂഫസിനെയും ഒക്കെ അനുഗ്രഹിച്ച ദൈവം ഇന്ന് നിങ്ങളെയും അനുഗ്രഹിക്കും. നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്ന ഒരു സമയമുണ്ട്. അങ്ങനെയെങ്കിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒരു കരം ഉയർത്തിപ്പിടിച്ചൊന്ന് പറഞ്ഞ്, കർത്താവേ, എൻ്റെ തലമുറയെ അനുഗ്രഹിക്കണമേ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. റൂഫസിന്റെ പിതാവായ ശിമയോൻ അന്ന് കുരിശു ചുമന്നപ്പോൾ അതിൻ്റെ അനുഗ്രഹം എഴുതിയിരിക്കും. റോമാലേഖനത്തിൽ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട റൂഫസിനും അവൻ്റെ അമ്മയ്ക്കും വന്ദനം പറയുവിൻ, അഭിവാദനം പറയുവിൻ. അത്രമാത്രം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതുപോലെ തലമുറകളിലേക്ക് അനുഗ്രഹത്തെ കൈമാറണമേ, അനുഗ്രഹത്തെ കൈമാറണമേ, അനുഗ്രഹത്തെ കൈമാറണമേ. ഈ മാതാപിതാക്കളിലൂടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണമേ. അടുപ്പിൽ കത്തുന്ന വിറക് കൊള്ളി പോലെയാ ഞങ്ങൾ. ഈ കത്തുന്ന വിറക് കൊള്ളിയിൽ ഒരെണ്ണം എടുത്ത് ഇങ്ങോട്ടിട്ടാൽ അത് അവിടെ കത്തും, അത് അപ്പുറത്തേക്ക് ഇട്ടാൽ അവിടെ കത്തും എന്നതുപോലെ പ്രാർത്ഥനയിൽ സ്വീകരിക്കുന്നു ഈ അഭിഷേകത്തിന്റെ ആ തീ. ഓരോ കുടുംബങ്ങളിലും അത് അഭിഷേകമായി വരട്ടെ. ഓരോ ദേശത്തും അത് അനുഗ്രഹമായി വരട്ടെ. വചനത്തിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളുടെ കൂട്ടത്തിൽ എണ്ണുന്നൊരു കാലം വരട്ടെ. ഒന്ന് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നു, ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തലമുറ തലമുറയാ കരങ്ങൾ താഴ്ത്തി ചേർന്ന് പാടിയേ. കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആർക്കു വർണ്ണിച്ചിടാം. ഒരുമിച്ച് പാടാമോ? തലമുറ തലമുറയാ കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആർക്കു വർണ്ണിക്കാമേ, ആർക്കു വർണ്ണി. അതുകൊണ്ട് ശബ്ദം ഉയർത്തി പാടണം. നീ എന്നെ സ്നേഹിപ്പാ ഞാനെന്തുള്ളോ നാഥാ, നീ എന്നെ ഓർക്കുവാ നിൻ ഗൃഹം എൻ ഗൃഹം ഒന്ന് ശബ്ദം ഉയർത്തി ഒന്ന് ഉണർവോടെ പറഞ്ഞ്, നീ എന്നെ സ്നേഹിപ്പാ ഞാനെന്തുള്ളോ നാഥാ, നീ എന്നെ ഓർക്കുവാ എൻ ഗൃഹം എന്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ വിഷയം പറയാൻ എന്താ കാരണം എന്നറിയാമോ? സത്യം പറഞ്ഞാൽ ഈ വിഷയമല്ല. ഇന്നലെ ഒരു വെള്ളമുണ്ടൊക്കെ കൊടുത്ത് അല്പം വര പോലെയുള്ള കളങ്കളമുള്ള ഒരു ഷർട്ടിട്ട ഒരാളെ, വലിയ വീട്ടിൽ ജനിച്ച് വളർന്ന ആളൊന്നുമല്ല, കണ്ടാൽ അറിയാമുള്ള വെയിലെല്ലാം കൊണ്ട് മുഖമൊക്കെ വാടിയ മനുഷ്യനാണ്. ഒരു 50-55 വയസ്സൊക്കെ കാണുമായിരിക്കും. ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറഞ്ഞപ്പോഴേ ഉടനെ ഭയങ്കരമായി അദ്ദേഹം സങ്കടപ്പെടുന്ന, ഇങ്ങനെ കണ്ണിങ്ങനെ നിറഞ്ഞ്. അപ്പോൾ ആ മനുഷ്യൻ പറയുക, എൻ്റെ മകൻ എന്നെ തല്ലൂന്ന്, അദ്ദേഹത്തിൻ്റെ മകൻ അയാളെ തല്ലുമെന്ന്, അടിക്കൂന്ന്, പേടിയാന്ന്, എനിക്ക് ആ വീട്ടിൽ കിടക്കാൻ പേടിയാന്നൊരപ്പം പറയുക. നിങ്ങൾ ചിന്തിച്ച് നോക്കുക. കളങ്കളമുള്ള ഒരു ഷർട്ടിട്ടൊരു മനുഷ്യൻ
ആയകാലം മുഴുവൻ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയൊക്കെ ജീവിച്ച് പണിയെടുത്ത മകൻ ഇന്ന് കൂട്ടുകൂടി കള്ള് കുടിക്കും. അതുപോലുള്ള കാര്യത്തിൻ്റെ അപ്പം പറയുക, ഇവിടെ വന്ന് ചില ദൂരെ നിന്ന് വന്നയാളാ പറയുക, എൻ്റെ മകൻ എന്നെ തല്ലു, എനിക്ക് വീട്ടിൽ കിടക്കാൻ പേടിയാന്ന്. അപ്പം നിങ്ങൾ പറയണ്ടേ, നിങ്ങളുടെ മക്കളെ ഓർത്ത് പറയണം, കർത്താവ് എൻ്റെ മക്കളൊരാളും വഴി തെറ്റിപ്പോകാതെ എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കാൻ ഇടയാകണേ എന്ന് പറയണം. നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വേദനയായി പോകല്ല്. നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് അഭിമാനമാകണം. ആ അമ്മ പറഞ്ഞ പോലെ എൻ്റെ പിള്ളേരാ രക്ഷപ്പെട്ടോണ്ടാ ഇന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടെ. ഒരമ്മ പറയുക, എൻ്റെ മൂത്ത മകൻ ഉള്ളോണ്ടാ ഞങ്ങളിന്ന് പിടിച്ചു നിൽക്കുന്നതെന്ന്. ചില മക്കൾ ദൈവത്താൽ, റൂഫസിനെ പോലെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മക്കൾ അനുഗ്രഹമായി മാറും. അവരിലൂടെ ആ വീട് പടിപടിയായി കയറി രക്ഷപ്പെടും. ഞാനിങ്ങനെ ഓർക്കുന്നു, ഒരു അമ്മയും മകളും പ്രാർത്ഥിക്കാൻ വന്നിരിക്കുവാണ്. അപ്പോൾ ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ഒരു കുഴപ്പമില്ലാത്ത ഒരാളാണ് കാഴ്ചയിൽ. അപ്പോൾ അമ്മ എന്നോട് ദേഷ്യപ്പെട്ടു. അമ്മ എന്നോട് വളരെ ദേഷ്യവായിപ്പെട്ടു. എൻ്റെ കൊച്ചിൻ്റെ കല്യാണം കഴിഞ്ഞതാ, എൻ്റെ കൊച്ചിന് അങ്ങനെ ഒരു സന്ദേശമൊന്നും അച്ഛൻ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു 2 ദിവസം മുമ്പ്. ഞാൻ പറഞ്ഞു, തെറ്റാണെങ്കിൽ ഞാൻ പറഞ്ഞു 100% എടുക്കണ്ട, 2% ചിലപ്പോൾ ശരിയായിരിക്കും. 2% എടുത്താൽ മതി. ഞാൻ 100% പറയുന്ന കാര്യം നിങ്ങൾ 2% എടുത്താൽ മതി, നിങ്ങൾ 10% പോലും എടുക്കണ്ട. അപ്പോൾ ആ മകൾ, ആ വിവാഹം കഴിഞ്ഞ മകളാണ്, പക്ഷേ ആത്മഹത്യയുടെ മുമ്പിലാണെന്ന് അമ്മയ്ക്ക് പോലും അറിയത്തില്ല. അമ്മയൊരു ഹാർട്ട് പേഷ്യൻ്റാണ്. അതുകൊണ്ട് ഈ മകൾ ഇവളെ കെട്ടിച്ച വീട്ടിലെ സങ്കടങ്ങൾ അമ്മയോട് പോലും പറയാതെ വന്നിരിക്കുന്ന ആളെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ആ മകളുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ വളരെ തകർന്നു നിൽക്കുന്ന ഒരാളായിട്ടാണ് കണ്ടത്. അപ്പോൾ ഞാൻ ആ മകളോടൊരു കാര്യം, ഒരു സന്ദേശം പറഞ്ഞപ്പോൾ അമ്മ ദേഷ്യപ്പെട്ടു. എൻ്റെ കൊച്ചിൻ്റെ ജീവിതം അങ്ങനത്തെ ഒരു ജീവിതം അല്ല എൻ്റെ കൊച്ചിൻ്റെ എന്ന് പറഞ്ഞപ്പോൾ ആ മകൾ തിരിഞ്ഞു നിന്ന് അമ്മയോട് പറഞ്ഞു, ഈ അച്ഛൻ പറഞ്ഞത് ശരിയാണ് അമ്മേ. ഉടനെ താഴത്തെ ചാപ്പലിൽ നിന്ന് ആ സ്ത്രീ അതേപോലെ തന്നെ പുറകോട്ട് നടന്ന് പള്ളിക്ക് പുറത്തു പോയിരുന്നു. അപ്പോൾ ഒരിക്കലും വിശ്വസിക്കാൻ പോലും കഴിയത്തില്ലായിരുന്നു. അങ്ങനെ പോയായിരുന്നു ചിലപ്പോൾ ജീവിതം തന്നെ ആ മകളുടെ ചിലപ്പോൾ കൈവിട്ടു പോയേനെ. കാരണം അത്രയും തകർന്ന് നിൽക്കുന്നൊരു സമയത്താണ് ഇങ്ങോട്ട് വന്ന് കയറിയത്, ഇവിടെ വന്ന് കയറിയത്. ഞാൻ ഓർക്കുന്നു, ദൈവവചനത്തിലൂടെ അനേകരുടെ ജീവിതത്തിൽ അത്ഭുതകരമായി ഇടപെടുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഇനി വാക്കു പറയാം, ഒരു വചനം പറഞ്ഞ് ചെറുതായിട്ട് പ്രസംഗിക്കുവാൻ ആഗ്രഹമുണ്ട്. ദൈവത്തിനും, ശ്രദ്ധിച്ച് കേൾക്കണം, ദൈവത്തിനും ദൈവീക കാര്യങ്ങൾക്കും സമയവും ഭവനവും മാറ്റിവെച്ചിട്ടുണ്ടോ, ആ വ്യക്തിയുടെ ജീവിതവും ആ വീട്ടിലും അത്ഭുതം നടന്നിരിക്കും. മറന്നു പോവുമോ ഈ വാക്ക്? ഇവിടുന്ന് ക്ലാസ് എല്ലാം കഴിഞ്ഞ് വണ്ടി സ്റ്റാർട്ടാക്കി പോകുമ്പോൾ എല്ലാം മറന്നു പോവുമോ? ദൈവത്തിനും ദൈവീക കാര്യങ്ങൾക്കും സമയവും ഭവനവും മാറ്റിവെച്ചത് സത്യമാണെങ്കിൽ, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ വലിയ പുള്ളിയാന്ന് കാണിക്കാൻ വേണ്ടിയോ അല്ല, സത്യസന്ധമായി സമയം മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാകും, അല്ല അത്ഭുതമുണ്ടാകും. ആ വീട്ടിൽ അത്ഭുതം നടക്കും. ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോന്ന് അറിയണ്ടേ, തെളിയിക്കണ്ടേ? ബൈബിൾ വചനത്തിലേക്ക് വരികയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുവാണ്. ദൈവത്തിനും, ചില കുടുംബങ്ങൾ അങ്ങനെയാണ്, ദൈവത്തിനും ദൈവീക കാര്യങ്ങൾക്കും ജീവിതവും സമയവും ഭവനവും മാറ്റിവെക്കും. ഹല്ലേലൂയ. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 8 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ ആ വാക്യത്തിൻ്റെ തലക്കെട്ടൊന്ന് വായിക്കുവാണ്. ശൂനേംകാരിയുടെ മകൻ. ഒരു എഴുതിയിരിക്കുക, ശൂനേംകാരി, കാനാങ്കാരി എന്ന് പറയുന്ന പോലെ ശൂനേംകാരിയുടെ മകൻ എഴുതിയിരിക്കുക. ഇനി ഒരു കാര്യം, 8-ാമത്തെ വാക്യം വായിക്കുകയാണ്. ഒരു കഥ തുടങ്ങുന്നത് പോലെയാണ് ബൈബിൾ വചനത്തിൽ. ഒരിക്കൽ ഏലീശ ശൂനേമിൽ ചെന്നപ്പോൾ ഒരു ധനിക അവനെ ഭക്ഷണത്തിന് ക്ഷണിച്ചു. ആരെ? ഏലീശായെ ഭക്ഷണത്തിന് വിളിച്ചു, പ്രവാചകനെ ഭക്ഷണത്തിന് വിളിച്ചു. ആരാ വിളിച്ചത്? ഒരു അന്നത്തെ നാട്ടിലെ വലിയൊരു പണക്കാരത്തിയായ ഒരു സ്ത്രീ, പൈസക്കാരനായ ഒരാൾ ഈ പ്രവാചകനെ ഫുഡ് കഴിക്കാൻ വീട്ടിലേക്ക് വിളിച്ചു, ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. നിങ്ങളും
ദൈവത്തിൻ്റെ നാമത്തിൽ നിൽക്കുന്നവരെ നിങ്ങളുടെ ഭവനങ്ങളിൽ ക്ഷണിക്കണം. അത് അനുഗ്രഹമാണ്. ആമേൻ. എല്ലാവരെയും അല്ല കേട്ടോ. ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള മനുഷ്യർ വീട്ടിൽ വരുന്നത് ഒരു അനുഗ്രഹമാണ്. ആമേൻ. ചില ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട്. അനുഗ്രഹമുള്ള ദൈവത്തിൻ്റെ ദാസന്മാരെ, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരെ. അന്നത്തെ കാലത്തും അങ്ങനെയാണ്. ഒരു വലിയ പൈസക്കാരായ ഒരാളാണ് എഴുതിയിട്ടുണ്ട്. പൈസക്കാരൻ എന്നല്ല എഴുതിയിരിക്കുന്നത്, ധനികൻ വലിയ പുള്ളിയാണ്. ആ നാട്ടിലെ നല്ല പേരുകേട്ട അറിയപ്പെടുന്ന ഒരു സമ്പന്ന വീട്ടിലെ ഒരു സ്ത്രീ ഈ പ്രവാചകനെ ഇങ്ങനെ വിളിച്ചു. ഒരു ദിവസം വാ, ഞങ്ങളുടെ കൂടെ ഒരു ഭക്ഷണം കഴിക്കാൻ വരാവോ, ഫുഡ് കഴിക്കാൻ വിളിച്ചു. ആ വഴി കടന്നു പോകുമ്പോഴെല്ലാം അവൻ ഭക്ഷണത്തിന് ആ വീട്ടിൽ ചെല്ലുക പതിവായി. അവൾ അതായത് ശ്രദ്ധിച്ചോ, ഈ പ്രവാചകൻ അതിലേ പോകുമ്പോഴൊക്കെ ആ വീട്ടിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് പോകും. നിങ്ങൾക്കും ചിലപ്പോൾ ചില പ്രിയപ്പെട്ടവരുണ്ട്, ആ അച്ഛൻ ഞങ്ങൾ ഇന്ന ദേശത്ത് വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വരാറുണ്ട്. ആ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ആ വ്യക്തി ഇതിലേതിലും പോവുകയാണെങ്കിൽ ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം നിൽക്കാറുണ്ട്. ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർ, ദൈവാനുഗ്രഹമുള്ളവർ നിങ്ങളുടെ ഭവനത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഒരനുഗ്രഹമാണ്. ആമേൻ. അപ്പോൾ ഈ പുള്ളിക്കാരത്തെ സമ്മതിക്കണ്ടേ? പുള്ളിക്കാരത്തെ വലിയ പൈസയുള്ള വീട്ടിലെയാ. എന്തിനാ ഈ പ്രവാചകന്മാരെയൊക്കെ വീട്ടിൽ വിളിച്ച് ഫുഡ് കൊടുക്കേണ്ട ആവശ്യം എന്താ? നമ്മളാണ് ചോദിക്കില്ലേ, ആ പുള്ളി അതിലെങ്ങാനും പോട്ടെ, പുള്ളി എതിലേലും പോട്ടെ, നമുക്കെന്നാ ഛേദം, പുള്ളി തന്നെ എവിടെയെങ്കിലും ഹോട്ടലിൽ നിന്നോ അവിടെ തട്ടുകടയിൽ നിന്നോ എന്തെങ്കിലും കഴിച്ചോളും, നമ്മുടെ വീട്ടിൽ എന്തിനാ ഇയാളെയൊക്കെ വലിച്ചു കയറ്റുന്നത്? പക്ഷേ അന്നത്തെ കാലത്ത് ഈ കുടുംബം പറയുക, ആ പ്രവാചകൻ അതിലെ പോകുമ്പോഴൊക്കെയും ആ വീട്ടിൽ ഫുഡ് കഴിക്കാൻ കയറി ചെല്ലും. അങ്ങനെ അത് പതിവായി. 9-ാമത്തെ വാക്യം. അപ്പോൾ ഈ പൈസക്കാര വീട്ടിലെ സ്ത്രീ ഭർത്താവിനോട് പറയുവാണ്, അവൾ ഭർത്താവിനോട് പറഞ്ഞു, ഇതിലേ പോകാറുള്ള ആ മനുഷ്യൻ ഒരു ദൈവപുരുഷനാണ്. നമ്മളെക്കുറിച്ച് അങ്ങനെ പറയാൻ ഇടവരട്ടെ. പുള്ളി ഒരു തട്ടിപ്പല്ല, പുള്ളി ഒരു ഫ്രോഡല്ല. മനുഷ്യർക്ക് മനുഷ്യരെ കാണുമ്പോൾ പിടികിട്ടും പുള്ളി ആരാണ്. പുള്ളി ഒരു പൈസഭ്രാന്തരാണ്. പുള്ളിക്ക് പൈസ എന്ന് പറഞ്ഞാൽ ഭ്രാന്തായിട്ട് നടക്കുന്ന ആളാണ്. ചില ആൾക്കാരെ കുറിച്ച് നമ്മൾ പറയില്ലേ, പുള്ളിയുടെ ഉദ്ദേശം വേറെയാ, പുള്ളി വേറെ എന്തോ കണക്കാക്കിയ. പക്ഷേ ഈ മനുഷ്യനെക്കുറിച്ച് പറയുക, പുള്ളി ഒരു തട്ടിപ്പൊന്നുമല്ല, ഫ്രോഡല്ല, പുള്ളി പൈസ മേടിക്കാൻ വേണ്ടി ഇങ്ങനെ പിരിവിന് പോകുന്നതല്ല, പുള്ളി ഒരു ദൈവ മനുഷ്യനാണ്. നല്ല ഒരു റിപ്പോർട്ടാണ് ആ കുടുംബം കൊടുക്കുക. ഇത്രയും നാൾ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചു. അപ്പോൾ ആ വീട്ടിലെ ആ ചേച്ചി ഭർത്താവിനോട് പറയുക, ഇതിലേ പോകുന്ന ആ മനുഷ്യൻ ഒരു നല്ല മനുഷ്യനാണ്, ഒരു ദൈവ മനുഷ്യനാണ്. അങ്ങനെ നമ്മളെക്കുറിച്ചൊക്കെ ആരെങ്കിലുമൊക്കെ 10 പേര് പറയാൻ ഇടവരട്ടെ. പുള്ളി ഒരു നല്ല മനുഷ്യനാണ്, ഒരു ദൈവാനുഗ്രഹമുള്ള ആളാണ്. പുള്ളി വീട്ടിൽ വരും, നമുക്കൊരു അനുഗ്രഹമാണ്. 10 പേർ നമ്മൾ പറയാതെ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയാൻ ഇടവരട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചു, അങ്ങനെ പറഞ്ഞു. അപ്പോൾ വായിക്കേ, നമുക്ക് മട്ടുപ്പാവിൽ ചെറിയ ഒരു മുറി ഉണ്ടാക്കി അതിൽ ഒരു കിടക്കയും മേശയും ഒരു ബെഡും ഒരു കട്ടിലും ഒരു മേശയും കസേരയും വയ്ക്കണമെന്ന് പുള്ളിക്കാരത്തി പറയുക. ഭർത്താവിനോട് പറയുക, ഇതിലേ പോകുന്ന പുള്ളി, ആ പ്രവാചകൻ, ആ മനുഷ്യൻ ഇതിലേ പോകുമ്പം പുള്ളി ശാപ്പാടൊക്കെ കഴിച്ചിങ്ങനെ വേഗം പോവല്ലേ, നമുക്കൊരു കാര്യം ചെയ്താലോ, നമ്മുടെ മട്ടുപ്പാവിൽ ഒരു മുറിയുണ്ട്, ഒരു ചെറിയ മുറി ഉണ്ടാക്കി ഒരു കട്ടിലും മേടിക്കണം, ഒരു ബെഡും മേടിക്കണം, ഒരു ബെഡ്ഷീറ്റും വേണം, ഒരു തലയണയും വേണം, തലയണക്കവിനും വേണം, ഒരു കസേരയും വേണം, ഒരു കുഞ്ഞൊരു ടീപ്പോയും വേണം. പുള്ളി അവിടെ ഇരിക്കട്ടെ. അങ്ങനെ ഒരു ദൈവ മനുഷ്യന് വേണ്ടി ആ സമ്പന്നൻ്റെ വീട്ടിൽ ഒരു മുറിയുണ്ടായി. അയാളുടെ ഭാര്യയുടെ വാക്ക് കേട്ട്. അപ്പോൾ ഭർത്താവ് പറഞ്ഞില്ല, പിന്നെ അതിലേ പോകുന്ന പുള്ളിക്ക് റൂമുണ്ടാക്കാൻ പോവാ, ഇനി അതിലെങ്ങാനും പോകുന്ന മനുഷ്യന് കട്ടിൽ മേടിച്ച് കൊടുക്കാത്ത കുഴപ്പമുള്ളൂ. ഇല്ല, ഭർത്താവ് പറഞ്ഞു, നീ പറഞ്ഞതുപോലെ നമുക്ക് ചെയ്യാം. അയാൾ വരുന്നത് നമ്മുടെ വീടിനൊരു അനുഗ്രഹം കൂടിയാണ്. ഞാൻ പറഞ്ഞ വാക്ക് നിങ്ങൾ മറന്നോ? ദൈവത്തിനും ദൈവിക കാര്യങ്ങൾക്കും സമയവും വീടും ഭവനവും ജീവിതമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ഒരു അനുഗ്രഹം ദൈവം തന്നിരിക്കും. ദൈവം ഒരു അത്ഭുതം അവിടെ ചെയ്യും. കഴിഞ്ഞിട്ടില്ല, വായിക്കാം അടുത്ത ഭാഗം. അങ്ങനെ അതൊക്കെ ചെയ്തു. വരുമ്പോഴൊക്കെ അവൻ അവിടെ വിശ്രമിക്കുമല്ലോ. ഒരിക്കൽ അവൻ അവിടെ വിശ്രമിക്കുകയായിരുന്നു. അങ്ങനെ റൂമൊക്കെ ഉണ്ടാക്കി, ഒരു കട്ടിൽ മേടിച്ചു, ബെഡ് മേടിച്ചു, തലയണ മേടിച്ചു, ഒരു കസേര മേടിച്ചു, ഒരു ടീപ്പോ മേടിച്ചു. പുള്ളിക്ക് ഇരിക്കാനും എഴുതാനും ഒക്കെയുള്ള എല്ലാ സൗകര്യവും അവരുടെ വീട്ടിൽ, ആ സമ്പന്നൻ്റെ വീട്ടിൽ ചെയ്തു കൊടുത്തു. അങ്ങനെ ഒരു ദിവസം ആ മുറിയിൽ ഈ പ്രവാചകൻ എലീഷ താമസിക്കുമ്പോൾ ശൂനേംകാരിയെ വിളിക്കാൻ അവൻ തൻ്റെ ഭൃത്യൻ
ഗഹസിയോട് പറഞ്ഞു. ഗഹസി എന്ന ആളോട് പറഞ്ഞു. ആരെ വിളിക്കാൻ പറഞ്ഞു? ശൂനേംകാരി, ആ വീട്ടിലെ പുള്ളിക്കാരൻ്റെ ഭാര്യനെ ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞു, പുള്ളിക്കാരി ഇങ്ങോട്ട് വിളിച്ചു. അവൻ വിളിച്ചപ്പോൾ അവൾ വന്ന് മുൻപിൽ നിന്നു. അപ്പോൾ വിളിച്ചപ്പോൾ ആ സമ്പന്നനായ ആ ധനികന്റെ ഭാര്യ വന്ന് പ്രവാചകന്റെ മുമ്പിൽ വന്നു നിന്നു. ഏലീശ ഭൃത്യനോട് പറഞ്ഞു, അവളോട് പറയുക, നീ ഞങ്ങൾക്ക് വേണ്ടി എത്ര ബുദ്ധിമുട്ടി, ഞങ്ങൾ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? അപ്പോൾ പ്രവാചകൻ ചോദിക്കുക, നീ ഞങ്ങൾക്ക് വേണ്ടി ഒരു റൂമൊക്കെ ഉണ്ടാക്കി കട്ടിലൊക്കെ മേടിച്ച് തന്നു, ഇവിടെ ഞങ്ങൾക്ക് നല്ല സുഖമായി താമസിക്കാൻ ഒരു കുഞ്ഞു മുറിയൊക്കെ തന്നല്ലോ, എന്നതാ പകരം വേണ്ടത്? രാജാവിനോട് വല്ലതും പറഞ്ഞ് എന്തെങ്കിലും വല്ലതും ചെയ്തു തരണോ എന്ന് ചോദിച്ചപ്പോൾ വായിക്ക്, ഞാൻ പറയാം, രാജാവിനോട് അവിടെ നിൽക്കട്ടെ. എന്തെങ്കിലും ചോദിച്ചപ്പോൾ 14-ാമത്തെ വാക്യം, ഏലീശ പറഞ്ഞു, അവൾക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഈ ഗഹസി പറഞ്ഞു, അതെ വായിക്ക് പറയല്ലേ, ഗഹസി പറഞ്ഞു, ആ പുള്ളിക്കാരത്തിക്ക് പിള്ളേരില്ല, രാജാവിനോടൊന്നും പറയൊന്നും വേണ്ട, അവർക്ക് പൈസയുടെ ആവശ്യമൊന്നുമില്ല, അവർക്കൊന്നും വേണ്ട, പിള്ളേരില്ല എന്ന് പറഞ്ഞു. ഈ വീട്ടിൽ പ്രവാചകന് താമസിക്കാൻ മുറി ഉണ്ടാക്കിയ ആൾക്ക് പൈസയൊക്കെ ഉണ്ടെങ്കിലും പിള്ളേരില്ല എന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ ഉടനെ പ്രവാചകൻ ആ വീട്ടിൽ നിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ വീടിനകത്തൊരു അത്ഭുതമുണ്ടായി. ഇങ്ങനെ ചിന്തിച്ചേ, ഇതൊരു പ്രവാചകനെ വീട്ടിൽ കയറ്റിയപ്പോൾ കിട്ടിയ അനുഗ്രഹമാണ്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് കയറ്റുന്നത്, ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് സത്യദൈവത്തിൻ്റെ വാക്കുകളെയാണ്. ദൈവത്തിൻ്റെ വചനത്തെയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. ഇതിനിരട്ടി അത്ഭുതമായത് മാറും. ഞാൻ വായിക്കാം. അപ്പോൾ ഗഹസി വന്നിട്ട് പറഞ്ഞു, പ്രവാചകൻ ഏലീശയോട് പറഞ്ഞു, അതെ പുള്ളിക്ക് പിള്ളേരില്ല, മക്കളില്ല, ഭയങ്കര ദുഃഖവാ, രാജാവിനോടൊന്നും പറയൊന്നും വേണ്ട, പിള്ളേരില്ലാത്ത അവർക്ക് പിള്ളേരില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അവൾക്ക് മക്കളില്ല, ഭർത്താവ് പ്രായമായി വൃദ്ധനുമാണെന്ന് പറഞ്ഞു. 15-ാമത്തെ വാക്യം, അവൻ പറഞ്ഞു അവളെ വിളിക്കുക, അവളെ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ വാതിൽക്കൽ വന്ന് നിന്നു. 16-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. ഏലീശ പറഞ്ഞു, അടുത്ത വർഷം ഈ സമയത്ത് നീ ഒരു പുത്രനെ താലോലിക്കും, നിന്റെ മടിയിൽ കിടത്തി നീ ഓമനിക്കുമെന്ന് പറഞ്ഞു. ഏത് വീട്ടിലാണ് അത്ഭുതം നടന്നേ? ഇനി ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, നമുക്കൊരു റൂമൊക്കെ ഉണ്ടാക്കാം, ഒരു ബെഡ്ഷീറ്റും പുതപ്പും ബെഡും ഒക്കെ, ഒരു മേശയും ടീപ്പോയൊക്കെ മേടിച്ചു കൊടുക്കാം, ഇതിലേ പോകുമ്പോൾ ഒരു ദൈവ മനുഷ്യൻ ഇവിടെ താമസിച്ചേച്ച് പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞു, കണ്ട ആൾക്കാരെല്ലാം കൂടെ വീട്ടിൽ കയറ്റി താമസിക്കാൻ പറ്റത്തില്ല, നമ്മുടെ ഒരു ധനികനായ സമ്പന്നനായ ഒരു വീടാണ്, കണ്ട പ്രവാചകന്മാരെയൊക്കെ വീട്ടിൽ കയറ്റാത്തതിൻ്റെ കുഴപ്പമുള്ള പുമ്മാരൊന്നും ശരിയല്ലാത്ത പാർട്ടികളാണ്. ഇതൊന്നും പുള്ളി പറഞ്ഞില്ല. ഇവരെ ഒന്നും വീട്ടിൽ പോലും കയറ്റാൻ പറ്റാത്ത പാർട്ടികളാണെന്നൊന്നും പറഞ്ഞില്ല. ആ മനുഷ്യനെ സ്വീകരിച്ചപ്പോൾ ഈ പ്രവാചകൻ ചോദിച്ചു, നീ ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ, എന്നാ വേണ്ടേ? ഞാൻ രാജാവിനെ കാണുമ്പോൾ വേണേ നിങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞ് ശിപാർശ ചെയ്യാം, സ്വാധീനിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഗഹസി പറയുക, യജമാൻ ഇവർക്ക് പിള്ളേരില്ലാത്തതുകൊണ്ട് ഇവർ ദുഃഖിതരാണ്. അപ്പോഴാണ് പറഞ്ഞത്, അവരെ വിളിക്ക്. അപ്പോഴാണ് ആ പ്രവാചകൻ പറഞ്ഞത്, അടുത്ത വർഷം ഇവർ നിങ്ങളും ചിന്തിച്ചേ, ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇത് സെപ്റ്റംബർ മാസത്തെ 2-ാം വെള്ളിയാഴ്ചയാണ്. അടുത്ത വർഷം, അടുത്ത സെപ്റ്റംബർ ആകുന്നതിന് മുമ്പ് അടുത്ത വർഷം ചില അത്ഭുതങ്ങൾ ഒരു നിയോഗത്തിൽ നിങ്ങളിലും സംഭവിക്കട്ടെ. നമുക്കും അങ്ങനെ പ്രാർത്ഥിച്ചുകൂടെ? നമുക്കും അങ്ങനെ സംഭവിച്ചുകൂടെ? ഇവിടെ എനിക്ക് ഭയങ്കര സ്വാധീനിച്ചൊരു കാര്യമുണ്ട്. ഈ പ്രവാചകൻ വേണേ പറയത്തില്ലേ, അവർക്കൊക്കെ ഒത്തിരി പൈസയൊക്കെ ഉണ്ട്, ഒരു മുറി ഉണ്ടാക്കാൻ വലിയ ചിലവൊന്നുമില്ലല്ലോ, ഒരു കിടക്കയും ഒരു ബെഡ് ഒരു തലയണയും ഒരു ടീപ്പോയൊക്കെ മേടിക്കുക, ഇതിന് മാത്രം വില ചിലവുണ്ടോ, എന്നാ പൈസ, പിള്ളേർ പോലും ഇല്ല, പിന്നെ എന്തിനാണ് ഇതെല്ലാം കൂട്ടി വച്ചിരിക്കുന്നത്? ഇങ്ങനൊന്നും ചിന്തിച്ചില്ല. അവർ നോക്കിയപ്പം ദൈവീക കാര്യങ്ങൾക്ക് ആ വീട്ടുകാർ വലിയ വിലയാണ് കൊടുക്കുന്നത്. ഒരു ദൈവ മനുഷ്യനെ അവർ ഭയങ്കര വലിയ ആൾക്കാർ വന്ന പോലെ സ്വീകരിക്കുന്നത്. അപ്പോഴാണ് ദൈവ മനുഷ്യൻ ചോദിച്ചത്, എന്നതാ നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്? അപ്പോഴാണ് പറഞ്ഞത്, ഇവർക്ക് പിള്ളേരില്ല, ഭർത്താവ് വൃദ്ധനാണ്. അപ്പോൾ ഒരു പ്രവചനം നടത്തുവാണ്. ആ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പറയുക, അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നീ ഒരു കുഞ്ഞിനെ താലോലിക്കും. അവൾ പറഞ്ഞു, ഉടനെ പറഞ്ഞു, ഇല്ല, നടക്കത്തില്ല. ആ പണക്കാരുത്തിയായ ആ ധനികൻ്റെ ഭാര്യ പറഞ്ഞു, പ്രഭോ ഇല്ല, നടക്കത്തില്ല, ആ സംഭവം ഞങ്ങളുടെ പ്രതീക്ഷ ഇല്ല, നടക്കത്തേ ഇല്ല പറഞ്ഞു. അതെ വായിച്ചേ,
അവൾ പറഞ്ഞു ഇല്ല ദൈവപുരുഷ, ഇല്ല, നടക്കൂല. നിങ്ങൾ പറഞ്ഞ കാര്യം ഒന്നും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാ. ഞങ്ങളുടെ നല്ല പ്രായത്തിൽ പോലും ഞങ്ങൾക്ക് നല്ലൊരു കുഞ്ഞിനെ കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ച് നടന്നിട്ടില്ല. എൻ്റെ ഭർത്താവ് വൃദ്ധനാണ്, എനിക്ക് എൻ്റെ ഏജ് എല്ലാം കഴിഞ്ഞുപോയി, എൻ്റെ പ്രായമൊക്കെ കഴിഞ്ഞുപോയി. ഇനി എൻ്റെ ദൈവപുരുഷ നടക്കത്തില്ലാത്ത കാര്യമാണ്. നിങ്ങൾക്ക് എന്തേലും വിഷയം ആരെങ്കിലും പ്രാർത്ഥിച്ചു പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നിയോ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഇതൊക്കെ എങ്ങനെ നടക്കാനാ? പുള്ളി ചുമ്മാ പടുവാക്ക് പറഞ്ഞേച്ച് ഫുഡ് കഴിച്ച് എന്തോ ഒരു വാക്ക് പറഞ്ഞ് പോവുക. ഇല്ല, പ്രാർത്ഥിച്ചിട്ടാണോ നിന്നോടൊരു കാര്യം പറഞ്ഞത്? ഇപ്പോൾ വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലേലും നാളുകളിൽ അത്ഭുതമായത് നിന്നിൽ പ്രവർത്തിക്കാനുള്ള അടയാളമായിട്ട് വരും. അപ്പോൾ ഉടനെ ആ പണക്കാരത്തിയായ ചേച്ചി പറയുക, പ്രഭോ, ഇല്ല, നടക്കത്തില്ല, ആ കാലമൊക്കെ കഴിഞ്ഞു പോയി. വായിച്ചേ, പ്രഭു, ഈ ദാസിയോട് വ്യാജം പറയരുത്. നിങ്ങൾ പ്രാർത്ഥിച്ച് നുണയൊന്നും പറയണ്ട, എന്നെ ആശ്വസിപ്പിക്കാനൊന്നും പറയണ്ട എന്ന് പറഞ്ഞു. അടുത്ത ഭാഗം, ഏലീഷ പ്രാർത്ഥിച്ച് പറഞ്ഞതുപോലെ അവൾ ഗർഭം ധരിച്ച് അടുത്ത വസന്തത്തിൽ ഏകദേശം ആ സമയത്ത്, അവിടെ വാക്ക് ശ്രദ്ധിച്ചോ, ഏകദേശം അതേ ടൈമിൽ, ഏകദേശം അതേ സമയത്ത് ഒരു പുത്രനെ പ്രസവിച്ചു. അന്നേരം പുള്ളിക്കാരത്തി പറഞ്ഞതാ, എൻ്റെ പ്രഭോ, വ്യാജം പറയല്ലേ, ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തേലുമൊക്കെ പറയല്ലേ, ഞങ്ങളൊന്നും വിശ്വസിക്കത്തില്ലെന്ന് പറഞ്ഞ ആളാണ്. ഏകദേശം അതേ സമയമായപ്പോൾ ഒരത്ഭുതമാ ആ വീട്ടിൽ നടന്നത്. ദൈവത്തിനും ദൈവീക കാര്യങ്ങൾക്കും സമയം മാറ്റി വെച്ചിട്ടുണ്ടോ? വീട് മാറ്റി വെച്ചിട്ടുണ്ടോ? ജീവിതം മാറ്റി വെച്ചിട്ടുണ്ടോ? ആ വീടിനകത്തും ആ ജീവിതത്തിനകത്തും ചില അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും. അടയാളങ്ങളെ ദൈവം ചെയ്തിരിക്കും. ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളാണെ പറയും, നമ്മളാണ് ആ സ്ഥാനത്തെങ്കിൽ നമ്മളാണെ പറയില്ലേ, കണ്ട പ്രാർത്ഥിക്കുന്നവരെല്ലാം വിളിച്ചു കയറ്റി പ്രാർത്ഥിച്ചേക്കല്ലോ കേട്ടോ. ഇനി ഇവരെയൊക്കെ വിളിച്ചു കയറ്റി പ്രാർത്ഥിച്ച് നമ്മുടെ വീട്ടിൽ വലിയ ആൾക്കാരൊക്കെ വരുന്നതാ. ഇങ്ങനെയുള്ളവരെയൊക്കെ വിളിച്ചു കയറ്റി നാണക്കേടാ. അങ്ങനെയൊക്കെ ചിന്തിച്ചായിരുന്നെങ്കിലോ. ചിലർ പറയും, ഞങ്ങൾ ഈ ധ്യാന കേന്ദ്രത്തിലൊന്നും പോയി പ്രാർത്ഥിക്കാറില്ല, നാണക്കേടല്ലേ. മറ്റുള്ളവരൊക്കെ ഞങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കും? പ്രിയരെ, നിങ്ങൾ ദൈവത്തിനും ദൈവിക കാര്യങ്ങൾക്കുമാണോ വില കൊടുത്തത്? അതിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ തലമുറയിൽ, നിങ്ങളുടെ വീടിനകത്ത് സംഭവിച്ചിരിക്കും. ഇതിനെ കാണുന്നൊരു ദൈവമുണ്ട്. ഇതെല്ലാം നമ്മൾ കാണുന്നില്ലെങ്കിലും നമ്മൾ ഈ ചൂടിനകത്ത് ഇരിക്കുന്നത്, ഇതിനകത്ത് നിലത്തിരിക്കുന്നത്, ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ യാത്ര ചെയ്ത് രാത്രിയിൽ ഒട്ടും ഉറങ്ങാതെ ഇവിടെ വന്ന് വെളുപ്പിന് 2:30 3:00 ഇതിനകത്തിരുന്നത്, ഇവിടെയുള്ള ശുശ്രൂഷകരെ ഞങ്ങളൊന്നും കണ്ടില്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവം കണ്ടിട്ടുണ്ട്. നിങ്ങൾ കൊടുത്ത വില, നിങ്ങളെടുത്ത ത്യാഗം, അതിനൊരു അനുഗ്രഹം. അടുത്ത വർഷം ഏകദേശം ഈ സമയമാകുമ്പോൾ ചില അത്ഭുതങ്ങളെ നിങ്ങളുടെ ഭവനത്തിൽ കാണാൻ സ്വർഗത്തിലെ ദൈവം ഭാഗ്യം തരട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. അടുത്ത വർഷം ഏകദേശം ആ സമയമായപ്പോൾ ആ വീട്ടിനകത്തൊരു അത്ഭുതം നടന്നു. ഞാനത് വിശ്വസിക്കുവാണ്. എന്നാണോ ദൈവിക കാര്യങ്ങൾക്ക് നമ്മളൊരു വില കൊടുക്കുന്നത്, അതിൻ്റെ അനുഗ്രഹം നമ്മളിൽ വന്നിരിക്കും. അതുതന്നെയല്ലേ നമ്മൾ അപ്പുറത്ത് കണ്ടത്? അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പിതാവ് ശിമയോൻ യേശുവിൻ്റെ കുരിശ് കുറച്ചു നേരം ചുമന്നുള്ളൂ, മക്കൾ അനുഗ്രഹിക്കപ്പെട്ടു. വഴിയെ പോകുന്ന ഒരു ദൈവ മനുഷ്യനെ വിളിച്ച് കയറ്റി, സാറേ ഇവിടെ കിടന്നോ, എന്തേലും ക്ഷീണമുള്ളപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി, ഭക്ഷണമൊക്കെ ഇവിടുന്ന് കഴിക്കാമെന്നൊരു ദൈവ മനുഷ്യനോട് പറഞ്ഞ്, ഒരു പ്രവാചകനോട് പോലും ഒരു മാന്യത കാണിച്ചപ്പോൾ ഒരു വലിയൊരു അനുഗ്രഹം കൊടുത്ത ആ ഭവനത്തെ ദൈവം മാനിച്ചത്. ഹല്ലേലൂയ. നിങ്ങളും ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകാവോ? അടുത്ത വർഷം ഈ സമയം ആകുന്നതിന് മുമ്പ് നിങ്ങളും ഇത് പറയാൻ പറ്റട്ടെ. ഏകദേശം ഇപ്പോൾ നിങ്ങളോട് ദിവികാരന് കൗൺസിലിങ്ങിന് പോയി ചിലർ എന്നെ കാണാൻ വന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുക, ഈ പുള്ളി പറഞ്ഞതൊക്കെ നടക്കുമോ, ഇതൊക്കെ ശരിയാകുമോ? ഞാൻ തലകുത്തി നോക്കിയിട്ടൊന്നും ശരിയായിട്ടില്ല, പിന്നെ ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? നമുക്ക് ചിലപ്പോൾ പ്രാർത്ഥിച്ചു പറയുന്ന വാക്കുകളെ വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല. നമ്മൾ ചിലപ്പോൾ ദേഷ്യപ്പെട്ട്, ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ ചിരിക്കും, ഈ പുള്ളി എന്നെ അറിഞ്ഞിട്ടായി പറയുന്നേ. പ്രാർത്ഥിച്ചിട്ട് നിന്നെ നോക്കിയിട്ടാണോ ഇത് പറഞ്ഞത്? പ്രാർത്ഥിച്ചിട്ട് നിന്റെ മുഖത്ത് നോക്കിയിട്ടാണോ ഇത് പറഞ്ഞത്? നിന്റെ ചെവിയിലാണോ പറഞ്ഞത്? അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നീ കൈകളിൽ ഒരു കുഞ്ഞിനെ താലോലിക്കുമെന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞില്ലേ? അതേപോലെ തന്നെ ബൈബിളിൽ അടുത്ത വർഷം ഏകദേശം ആ സമയമായപ്പോൾ അവൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചുവെന്ന്. നിങ്ങളുടെ കരങ്ങളെ ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച്, ദൈവത്തിനും ദൈവിക കാര്യങ്ങൾക്കും വില കൊടുക്കുന്നത് കാണുമ്പോൾ നാട്ടുകാർ ചിരിക്കും, പ്രിയപ്പെട്ടവർ കളിയാക്കും. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ?
ഇതൊക്കെ എന്നാ നിങ്ങളൊന്നും വിദ്യാഭ്യാസമില്ലാത്ത ആൾക്കാരെ പോലെ പെരുമാറുന്നത്? പലരും പലതും പറയും, പല ആളുകളും വിമർശിക്കും, ഒറ്റപ്പെടുത്തും, കുറ്റപ്പെടുത്തും, കളിയാക്കും, എന്തെല്ലാം കാര്യങ്ങൾ. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, എന്തോ ഒരു നന്മയ്ക്ക് ദൈവം നിന്റെ ജീവിതത്തിൽ തന്ന അവസരമാണിത്. ഇതൊരു അവസരമാണ്. ഈ ഒരു പുണ്യഭൂമിയിൽ ദൈവവചനം 365 ദിവസവും മുടങ്ങാതെ ദൈവത്തിൻ്റെ വചനം പറയുന്ന ഒരു അൾത്താരയുടെ മുമ്പിൽ നിന്ന് വചനം കേൾക്കുന്നത്, ഇത് ദൈവം തന്ന അവസരമാണ്. ഇതൊരു അവസരമാണ്. ഒരു കല്യാണ മണ്ഡപത്തിലോ ഒരു പ്രത്യേകമായ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ മുമ്പിലൊന്നും അല്ല ഇരിക്കുന്നത്. ദൈവ സാന്നിധ്യത്തിൻ്റെ മേഘം നിൽക്കുന്ന ഒരു നല്ല സ്ഥലത്താണ് വന്ന് നിൽക്കുന്നത്. ഒരു ദൈവ സാന്നിധ്യത്തിൻ്റെ അകത്താണ് നമ്മൾ ഇരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന ഓരോ വ്യക്തികളുടെ ഹൃദയങ്ങളെ അറിയുന്നൊരു ദൈവമുണ്ട്. കണ്ണുകളെ അടച്ച ഹൃദയത്തോട് ചേർത്ത് വെച്ച്, അന്നത്തെ കാലത്ത് കൂലിപ്പണിക്ക് പോകുന്ന ഒരാളല്ല ഇത് ചെയ്തത്. സമ്പന്നനായ അല്ല, ധനികനായ ഒരാളുടെ ഭാര്യ അതിലേ പോയ ദൈവ മനുഷ്യനോട് പറയുവാ, വാ ബ്രദറെ, വാ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ പോക്കോ കേട്ടോ, ഒന്നും വിഷമിക്കുമൊന്നും വേണ്ട, സ്വന്തം വീട് പോലെ പോരെ കേട്ടോ. അങ്ങനെ അതിലെ വരുമ്പോൾ ഭക്ഷണം കഴിക്കും, വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഭാര്യ പറയുക, തൻ്റെ ഭർത്താവായ ധനികനായ മനുഷ്യനോട് പറഞ്ഞു, അതേ നമുക്ക് നമ്മുടെ മട്ടുപ്പാവിൽ ഒരു ചെറിയ മുറി ഉണ്ടാക്കണം, അതിനകത്തൊരു കട്ടിൽ മേടിച്ചിടണം, അതിനകത്തൊരു കസേര മേടിച്ചിടണം, ഒരു കുഞ്ഞു മേശ മേടിച്ചിടണം. നമുക്ക് ആ ദൈവപുരുഷന് നമ്മുടെ വീട്ടിൽ വരുമ്പോഴൊക്കെ അദ്ദേഹത്തിന് ഉറങ്ങാനൊരു സ്ഥലം കൊടുക്കണം. അപ്പോൾ നമ്മളെ നാട്ടിലാണ് പറയത്തില്ലേ, പിന്നെ പുള്ളിനെ ഇനി വിളിച്ച് കയറ്റ, പുള്ളിയൊക്കെ വെറും തട്ടിപ്പ് കേസാ, ഇതിലെ പോകുന്നവരൊക്കെ വിളിച്ച് കയറ്റിക്കോ എന്നൊക്കെ ഒന്നും പറഞ്ഞില്ല. അതനുസരിച്ച് ആ ദൈവ മനുഷ്യന് താമസിക്കാൻ ഒരു സ്ഥലം കൊടുത്തപ്പോൾ ആ വീട്ടിൽ നടന്നത് പ്രതീക്ഷിക്കാത്തൊരു അനുഗ്രഹമല്ലേ, പ്രതീക്ഷിക്കാത്തൊരു വാതിലല്ലേ ദൈവം തുറന്നത്. ഒരിക്കലും നടക്കില്ലെന്ന് പറഞ്ഞൊരു കാര്യമല്ലേ അവിടെ നടന്നു കിട്ടിയത്. ഒരിക്കലും ശരിയാകില്ലെന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങളെ മടക്കി കെട്ടി വച്ചിട്ടുണ്ടോ നിങ്ങളും? ഇനി ആ മനുഷ്യൻ ശരിയാവുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇനി ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും എൻ്റെ കൊച്ചു കാനഡയിൽ തിരിച്ചു വരേണ്ടി വരും, മിക്കവാറും എൻ്റെ കൊച്ചു UK നിന്ന് തിരിച്ചൊക്കെ പോരേണ്ടി വരും. ഈ പൈസയെല്ലാം കടമെടുത്ത് പോയച്ച് തിരിച്ചു വരും. ദൈവം പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങൾ സ്വർഗത്തിലെ ദൈവം നിനക്ക് ചെയ്യുമെന്ന് വിശ്വസിക്കുക. ഇന്ന് നിങ്ങളുടെ ജീവിതമാകുന്ന ആ വീട്ടിലേക്ക് കയറ്റിയത് പ്രവാചകനെ അല്ല, ദൈവത്തിൻ്റെ പ്രതീക്ഷ തരുന്ന വചനത്തെയാണ്. ഈ ജീവനുള്ള വചനം നിങ്ങളിൽ പ്രവർത്തിക്കാൻ തുടങ്ങുവാണ്. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകാമോ? കർത്താവേ, അങ്ങയുടെ വചനത്തെ, ദൈവീക കാര്യങ്ങൾക്ക് ഞാൻ വില കൊടുക്കുന്നു, ദൈവീക കാര്യങ്ങൾക്ക് ഞാൻ വില കൊടുക്കുന്നു, ദൈവീക കാര്യങ്ങൾക്ക് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നു. ദൈവത്തിൻ്റെ വചനം കേൾക്കാനാണ് ഞാൻ അങ്ങ് ദൂരേന്ന് വണ്ടി കയറി ഇവിടെ വന്നത്. ഇവിടം വരെ യാത്ര ചെയ്ത് വന്നപ്പോൾ എൻ്റെ 2 മുട്ടിനും വേദനയാണ്. എൻ്റെ ഷുഗർ താന്നുപോയി, എൻ്റെ ഷുഗർ കൂടിപ്പോയി, എൻ്റെ പ്രഷർ താന്നുപോയി, എൻ്റെ എനിക്ക് തല കറങ്ങുന്ന പോലൊക്കെ തോന്നുന്നു. എന്തെല്ലാം വില കൊടുത്ത ദൈവവചനത്തിന് എന്തേരം വില കൊടുക്കാൻ പറ്റിയോ അത്രയും വില കൊടുത്താ ഇവിടെ നിങ്ങൾ ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിനും ദൈവ ശുശ്രൂഷയ്ക്കും എത്രമാത്രം വില കൊടുക്കാൻ പറ്റുമോ അത്രമാത്രം വില കൊടുത്തുകൊണ്ടാണ് ഈ ജനം ഇവിടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇരുന്നു കൊണ്ട് തന്നെ 2 കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? മടുപ്പ് കൂടാതെ, ക്ഷീണം കൂടാതെ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കേ. കർത്താവേ, ഈ ജനം ആഗ്രഹത്തോടെ, എനിക്ക് ചിലപ്പോൾ തോന്നും, ചില മനുഷ്യരെ കാണുമ്പോൾ തോന്നും, ദൈവം ഉന്തി തള്ളി കൊണ്ടുവന്ന ഇവരെന്ന്. ദൈവം ഉന്തി തള്ളി ഇവിടെ കൊണ്ടുവന്ന് ഇത്രയും ദൂരെയൊന്നും യാത്ര ചെയ്യാൻ ഇവർ ആഗ്രഹിച്ചിട്ട് പോലുമില്ല. ചില മനുഷ്യരെ ഇവിടെ കൊണ്ടുവന്നത് ദൈവം തന്നെയാണ്. ചിലരെ ദൈവത്തിന്റെ ആത്മാവ് കൂട്ടിക്കൊണ്ടുവന്നതാണ്. ചില കുടുംബങ്ങളെ ദൈവം ഒരുമിച്ച് കൊണ്ടുവന്നതാണ്. എന്തോ ഒരു അനുഗ്രഹത്തിന് തറക്കല്ലിടാൻ ദൈവം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അനുഗ്രഹത്തിന്റെ തറക്കല്ലിടുന്ന, സൗഖ്യത്തിന്റെ തറക്കല്ലിടുന്ന, വിടുതലിന്റെ തറക്കല്ലിടുന്ന, പുതിയ തുടക്കത്തിന് ചില തറക്കല്ലിടുന്ന ദിവസമാണിത്. ആ ഉയർത്തിയ കരങ്ങളോടെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ശബ്ദമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, ശബ്ദമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, ശബ്ദമുയർത്തി വിശ്വാസത്തോടെ കരങ്ങൾ താഴ്ത്തി ഞാൻ എന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാ, എൻ ഗൃഹം എന്തുള്ളൂ, നീ എന്നെ സ്നേഹിപ്പാ, ഞാൻ എന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാ,
ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടെ, എല്ലാ പ്രായത്തിലുള്ളവരും വളരെ എത്രയോ ആക്റ്റീവായിട്ടാണ് ഈ വചനങ്ങൾ കേൾക്കുന്നത്. അതിന് നന്ദിയും സ്നേഹവും എല്ലാം നിങ്ങൾക്ക് നൽകുകയാണ്. കാരണം ഈ സന്ധ്യാസമയത്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ കുറച്ചൊക്കെ പറ്റും. ഇത് ഉച്ചയോടടുത്ത സമയമാണ്. ഈ സമയത്തും ഇങ്ങനെയൊക്കെ മാറ്റിവെക്കാൻ കഴിഞ്ഞത് അത്ഭുതമാണ്. നല്ലൊരു വചനമാണ് നിങ്ങൾ കേട്ടത്. ഇതിൻ്റെ ബാക്കി പ്രസംഗിക്കാൻ പോവുകയാണ്. പക്ഷേ ഈ വീട്ടിലൊരു ചെറിയ പ്രശ്നമുണ്ടായി. ഈ കൊച്ചിനൊരു തലവേദന വന്ന് ഈ കൊച്ചു മരിച്ചുപോയി. ഇനി ആ വീട്ടിൽ നടക്കുന്നത് ഒരു ചെറിയ ദുഃഖമാണ്. പക്ഷെ ഉടനെ അവിടെ നടന്നത് ഒരിക്കലും സംഭവിക്കാത്ത അതിനേക്കാൾ വലിയൊരു അത്ഭുതം നടന്നു ഈ വീട്ടിൽ. ഞാനത് വായിക്കാം. 10ാമത്തെ വാക്യം. കുട്ടി വളർന്നു. ഒരു ദിവസം, ഏത് കൊച്ചാ? മക്കളൊന്നും ഇനി ഉണ്ടാകില്ല എന്ന് വിചാരിച്ച വീട്ടിലെ കുഞ്ഞു വളരാൻ തുടങ്ങി. ഒരു ദിവസം അവൻ കൊയ്ത്തുകാരോട് കൂടെ ആയിരുന്ന പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. പണിക്കാര്, ഒത്തിരി പറമ്പും ചുറ്റുപാടൊക്കെ ഉണ്ട്, പാടമൊക്കെ ഉണ്ട്, നെല്ലും ഗോതമ്പൊക്കെ കൃഷി ചെയ്യുന്ന ഒത്തിരി പാടങ്ങളൊക്കെ ഉണ്ട് ഇവർക്ക്. അപ്പോൾ ഒരുപാട് ദിവസവും ഒത്തിരി പണിക്കാരൊക്കെ ഉണ്ട് വീട്ടിൽ, ജോലിക്കാരുണ്ട്. അപ്പോൾ പാടത്ത് കൊയ്ത്തുകാരോടുകൂടെ പിതാവിൻ്റെ അടുത്തേക്ക് മകൻ ചെന്നു. അപ്പോൾ കൊച്ചു പറയുവാണ്, പപ്പ എൻ്റെ തലവേദനിക്കുന്നു, തലവേദന എടുക്കുന്നു. ഉടനെ അപ്പം പറഞ്ഞു, നീ എന്നാ കൊച്ചു വീട്ടിലേക്ക് പൊക്കോ. വീട്ടിൽ ചെന്ന് കുറേ നേരം അമ്മയുടെ മടിയിൽ കിടന്നു. മടിയിൽ കിടന്ന് ആ കുഞ്ഞ് പെട്ടെന്നങ്ങ് മരിച്ചുപോയി. അത് ഭയങ്കര വേദനയായി. വായിക്കാം, ബാക്കി മനസ്സിലാവും. അവൻ പറഞ്ഞു, അയ്യോ എൻ്റെ തല വേദനിക്കുന്നു. കൊച്ചു പറയുവാണ്, പപ്പ എൻ്റെ തലയ്ക്ക് ഭയങ്കര വേദന, എൻ്റെ തല വേദനിക്കുന്നു എന്ന് പറഞ്ഞു. പിതാവ് വൃത്തിനോട് പറഞ്ഞു. അപ്പോൾ അപ്പൻ അവിടെ നിന്നൊരു ജോലിക്കാരനോട് പറഞ്ഞു, അവനെ അമ്മയുടെ അടുക്കൽ കൊണ്ടുപോയി വേഗം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. കൊച്ചിനെ വേഗം വീട്ടിലേക്ക് കൊണ്ടു. കൊച്ചിന് എന്തോ തലവേദനയാണെന്ന് തോന്നുന്നു, വേഗം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. സ്വാഭാവികമായി നമ്മൾ പറയുന്ന പോലെ കൊച്ചിനെ വേഗം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അവൻ കുട്ടിയെ എടുത്ത് അമ്മയുടെ അടുക്കലാക്കി. കുട്ടിയെ എടുത്ത് അമ്മയുടെ അടുക്കൽ കൊണ്ടുപോയി ആക്കൂ. അവൻ കുട്ടിയെ എടുത്ത് അമ്മയുടെ അടുക്കലാക്കി. ഉച്ചവരെ ആ കൊച്ച് അമ്മയുടെ മടിയിൽ ഇരുന്നു. തലവേദനയുള്ള ആ കൊച്ചിനെ അമ്മ മടിയിലിരുത്തി. എത്ര സമയം വരെ? ഉച്ചവരെ ഇരുന്നു. പിന്നെ കേൾക്കുന്നത് പിന്നെ ഒരു നിലവിളിയാണ്. പിന്നെ അവൻ അമ്മയുടെ മടിയിലിരുന്ന് അങ്ങ് മരിച്ചുപോയി. അതൊരിക്കലും ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ പറ്റാത്ത ഒരു വലിയ സങ്കടമായി മാറി. കൊച്ചു മരിച്ചുപോയി. ആ കുടുംബത്തിലൊരു വലിയ വേദന നടന്നു. സംഭവിക്കുന്ന അടുത്ത ഓരോ വാക്യങ്ങൾ കേട്ട് വായിച്ച് പറയുമ്പോൾ ഞാനത് പ്രസംഗിക്കാം. വായിക്കാം. അവൾ അവനെ മുകളിൽ കൊണ്ടുചെന്ന് ദൈവപുരുഷന്റെ കിടക്കയിൽ കിടത്തിയതിനു ശേഷം വാതിലടച്ച് പുറത്തു പോന്നു. ആശുപത്രി കൊണ്ടുപോയെന്നല്ല, വിശ്വാസം നോക്കണം. ആ കൊച്ചു പെട്ടെന്ന് മരിച്ചപ്പോൾ ആ കൊച്ചിനെ എടുത്ത് പെട്ടി കിടത്തിയെന്നല്ല, ഇതിലേ പോകുന്ന പ്രവാചകന് പോകാൻ വേണ്ടി വീടിൻ്റെ സൈഡിൽ ഒരു കുഞ്ഞു മുറി ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ കുറച്ച് പൈസ കൊണ്ടുള്ള ഒരു കട്ടിൽ മേടിച്ചിട്ടിട്ടുണ്ട്. അതിൽ ഈ കൊച്ചു മരിച്ച പാടെ ഈ അമ്മ ആ കൊച്ചിനെ എടുത്ത് ആ ദൈവപുരുഷൻ കിടന്ന കട്ടിലെ കൊണ്ടുപോയി കിടത്തിയിട്ട് വാതിലടച്ചു. കാറിയെന്നോ കരഞ്ഞുവെന്നോ ബഹളം വെച്ചോന്നോ ഒന്നും എഴുതിയിട്ടില്ല. അതെന്തൊരു വിശ്വാസമാണ്! നമ്മളങ്ങനെ ചെയ്യാറില്ലല്ലോ. നമ്മളാണ് ആ കൊച്ചിനെ തോളത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് ഓടും, അല്ലെ അലറി കാറും വീട്ടുകാരെയൊക്കെ വിളിച്ചൊരു വലിയ സംഭവമാക്കി. ഈ അമ്മ ചെയ്തൊരു കാര്യം എന്തൊരു വിശ്വാസമാണ്! ഈ കൊച്ചിനെ എടുത്ത് പെട്ടി കിടത്തിയെന്നല്ല, ഈ കൊച്ചിനെ എടുത്ത് ആശുപത്രിയിലേക്ക് ഓടി, വൈദ്യൻ്റെ അടുത്തേക്ക് ഓടി എന്നല്ല, ഈ കൊച്ചിനെ എടുത്ത് ദൈവ മനുഷ്യൻ കിടന്ന കട്ടിലെ കൊണ്ട് കിടത്തി വാതിലടച്ചു. പ്രിയപ്പെട്ടവരെ, അതൊരു അത്ഭുതത്തിൽ ചെന്ന് നിൽക്കുന്ന കാര്യമാണ് വായിക്കുന്നത്. വായിക്കാം അടുത്തത്. അവൾ ഭർത്താവിനോട് വിളിച്ചു പറഞ്ഞു, ഒരു വേലക്കാരനെയും കഴുതയെയും ഇങ്ങോട്ട് അയക്കുക, ഞാൻ വേഗം പോയി ദൈവപുരുഷനെ കണ്ടുവരട്ടെ. കണ്ടോ, അതാ ഒരു പ്രശ്നം വന്നപ്പോൾ ആദ്യം കൊണ്ടുവന്ന ആര്? ഇവിടെ കൊണ്ടുവരേണ്ട ആരെയാ? മെഡിക്കൽ കോളേജിന് ഡോക്ടറെ കൊണ്ടുവരാൻ ആസ്തിയുള്ളവനാ. അപ്പുറത്തെ ആശുപത്രിയിൽ നിന്ന് ഒരു ഡോക്ടറെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തി ഇപ്പം വേണ്ട പോലെ നോക്കാൻ ആസ്തിയുള്ളവൻ ആദ്യം വൈദ്യനെ വിളിക്കാനല്ല പറഞ്ഞത്. ആദ്യം ആ അമ്മ പറയുവാണ്, വേഗം പോയി ഒരു കഴുതയെ ഒരു ഡ്രൈവറെ വിട്, വണ്ടിക്ക് പോയി ആ ദൈവപുരുഷനെ കൂട്ടിക്കൊണ്ടുവരട്ടെ. നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ആദ്യം പ്രാർത്ഥിക്കുന്നവനോട് പറയണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അനുഗ്രഹമാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകളോട് പറയണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ചില ദൈവ മനുഷ്യർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. നോക്കൂ, ഇവർ നമ്മളെ പോലെ കൂലിവേലയ്ക്ക് പോകുന്ന വീടുകാരല്ല.
അന്നത്തെ കാലത്തെ വലിയ കോടീശ്വരന്മാരിൽ ഒരാൾ വേഗം പോയി കൂട്ടിക്കൊണ്ട് വന്നത് നാട്ടിലെ മെഡിക്കൽ കോളേജിൽ നിന്നും വലിയ ആശുപത്രിയിൽ നിന്നും 10 ഡോക്ടർമാരെ കൊണ്ടുവന്ന് നോക്ക് എന്താ സംഭവം എന്ന് നോക്കി വേഗം വേണ്ട പോലെ ചെയ്യാനല്ല പറഞ്ഞത്. ആ അമ്മ പറയുവാണ്, ഈ കൊച്ചിനെ ഞാൻ ദൈവപുരുഷൻ കിടക്കുന്ന കട്ടിലെ കൊണ്ടുപോയി കിടത്തിയിട്ട് വേഗം ഭർത്താവിനെ വിളിച്ചു പറഞ്ഞു, ഒരു കഴുതേനെ ഒരാളെ വിട്, ഞാൻ പോയി ദൈവപുരുഷനെ കൂട്ടിക്കൊണ്ടുവരട്ടെ. പോവാണ്, പ്രാർത്ഥിക്കുന്നവനെ കൂട്ടിക്കൊണ്ടുവരാൻ പോവാണ്. ചില സമയത്ത് നമ്മുടെ വീട്ടിൽ പ്രാർത്ഥിക്കുന്നവനെ കൂട്ടിക്കൊണ്ടുവന്ന് പ്രാർത്ഥിക്കണം. ചിലപ്പോൾ പറയണം, ഫാദർ എൻ്റെ വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ കുടുംബത്തിൽ വന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കണം, എൻ്റെ വീടിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് നമ്മൾ കണ്ടുപിടിച്ച ഒരു കാര്യമല്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ദൈവജ്ഞാനമുള്ളവർ ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. അടുത്ത ഭാഗം വായിക്കുക. അവൻ ചോദിച്ചു, നീ ഇന്ന് അവന്റെ അടുത്തേക്ക് പോകുന്നത് എന്തിന്? അപ്പോൾ ചോദിച്ചു, നീ കൊച്ചിന് വയ്യാണ്ടിരിക്കുമ്പോൾ, കൊച്ചിന് വിഷമം ഇരിക്കുമ്പോൾ നീ എന്തിനാ അവൻ്റെ അടുത്തേക്ക് പോകുന്നത്? നീ എന്തിനാ അയാളുടെ അടുത്തേക്ക്? നിങ്ങളോടും പലരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തിനാ ഈ പ്രശ്നം ഇനി അങ്ങോട്ടേക്ക് എഴുന്നള്ളുന്നത്, ഇനി അങ്ങോട്ടേക്ക് പോകുന്നത്, ഇനി ഇങ്ങോട്ട് പോകുന്നത് എന്നൊക്കെ പലരും ചോദിക്കും. അന്നും ചോദിച്ചു. എന്നാ ചോദിച്ചത്? അവൾ, നീ ഇങ്ങനെ ഒരു അവസ്ഥ നിൽക്കുമ്പം അവന്റെ അടുത്തേക്ക് പോകുന്നത് എന്തിന്? ഇന്ന് അമാവാസിയോ സാപത്തോ ഒന്നും അല്ലല്ലോ. അവൾ പറഞ്ഞു, നന്മ ഭവിക്കും. ആ വാക്ക് വരച്ചു വയ്ക്കണം. അവൾ പറഞ്ഞു, നന്മ സംഭവിക്കും. അനുഗ്രഹങ്ങൾ. എപ്പോൾ കുഞ്ഞിന് വയ്യാതായി കട്ടിലേ കിടക്കുവാണ്, അപ്പോൾ അമ്മ പറയുവാണ്, ഒരു കഴുതേനെ ഒരു വൃത്തിനെ വിട്, വേഗം പോയി ദൈവപുരുഷനെ കൂട്ടിക്കൊണ്ട് വരട്ടെ. അപ്പോൾ ചോദിച്ചു, എന്ത് കാണിക്കാനാ പോകുന്നത്? അവൾ പറഞ്ഞു, നന്മ ഭവിക്കും. നിങ്ങളോടും ദൈവത്തിൻ്റെ വാക്ക് പറയട്ടെ. നിങ്ങളോടും ചിലർ പറഞ്ഞിട്ടുണ്ടാവില്ലേ, കടുവയും പുലി ആനയുള്ള വയനാട്ടിലേക്ക് എന്നെ കാണിക്കാൻ പോകുന്നതാണ്, നിങ്ങളിനി അങ്ങോട്ട് പോക്കോ, ഇനി കടുവയും കൂടെ പിടിച്ചോണ്ട് പോകും, നിങ്ങളെ പുലി പിടിക്കും. ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ടൊന്നും പോകണ്ട, അവിടെ പുലിയാണ്, അവിടെ അതൊക്കെ ആന പിടിക്കും എന്നൊക്കെ കേട്ടിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വരുന്നവരെയും ചിലർ പേടി ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുക, പുലി വല്ലതും പിടിച്ചോ, പുലി വല്ലതും പിടിച്ചോ, നിങ്ങളുടെ ഫോണിൽ നോക്കിക്കുക, മെസ്സേജ് വന്നിട്ടുണ്ടോ നോക്കി, അവിടെ പുലി ചോദിക്കും. ഇതിലെ താഴോട്ട് നടന്നു പോകുമ്പോൾ ഒരു ചേച്ചി വേറൊരു ചേച്ചിയോട് പറയൂ, എടി ഇത് മുഴുവൻ കാടാണല്ലോ, ഇതിനകത്തൊക്കെ ഒരു പുലി ഇരുന്നാൽ പോലും കാണുകയില്ലല്ലോ. ഇവിടെ പുലിയൊന്നുമില്ല. പക്ഷേ നിങ്ങൾ പറയണം, എന്തിനാ നിങ്ങൾ അങ്ങോട്ട് പോകുന്നേ? നന്മ ഭവിക്കും. കൊച്ചിന് വയ്യാതെ അപ്പുറത്തെ കട്ടിലേക്ക് കിടക്കുമ്പോഴാണോ നീ ഇനി അങ്ങോട്ട്? ഇന്ന് അമാവാസിയോ സാപത്തോ ഒന്നും അല്ലല്ലോ, എന്നെ കാണിക്കാനാ പോകുന്നത്? അന്നത്തെ കാലത്തും സമ്പന്നനായ ആ വ്യക്തിയുടെ ഭാര്യയോട് ചോദിച്ചു, നീ എന്നാ കാണിക്കാനാടി അങ്ങോട്ട് പോകുന്നത്? ഇന്ന് അമാവാസിയോ സാപത്തോ ഒന്നും അല്ലല്ലോ, പിന്നെ എന്തിനാ? അപ്പോൾ അവൾ പറഞ്ഞു, നന്മ ഭവിക്കും, നന്മയുണ്ടാകും. ഇവിടെ 2 പ്രാവശ്യം വന്നിട്ട് 3 പ്രാവശ്യം വന്നിട്ട് 2 പ്രാവശ്യം വന്നിട്ട് മൂന്നാമത് ഇവിടെ ഇരിക്കുന്ന ഒരാൾ എന്നെ കാണുന്നപ്പോൾ പറഞ്ഞു, 2 പ്രാവശ്യം ഇവിടെ വന്നു പോയപ്പോഴും ദൈവം എന്നെ അനുഗ്രഹിച്ചാ പറഞ്ഞയച്ചത്. 3-ാമത്തെ പ്രാവശ്യം വന്നു പോകുമ്പോഴും എനിക്കൊരു അനുഗ്രഹം ഇവിടുന്ന് തന്നേ മടക്കി വിടുള്ളൂ എന്ന് എനിക്ക് വിശ്വാസമുണ്ടെന്ന്. അനുഗ്രഹങ്ങളെ കൊടുത്ത് മടക്കി അയക്കുന്നൊരു ദൈവ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അവൾ പറഞ്ഞ വാക്ക് നിങ്ങളുടെ ബൈബിളിൽ വായിക്കുക. ഇതൊക്കെ ബൈബിളിലുണ്ടോ എന്ന് എപ്പോഴേലുമൊക്കെ ടെസ്റ്റ് ചെയ്യണം കേട്ടോ. ഇതൊക്കെ ഈ പുള്ളി പറയുന്നത് കണ്ടിട്ടില്ലല്ലോ എന്ന്. ഇതിനകത്തുണ്ട്, നന്മ ഭവിക്കും. 24-ാമത്തെ വാക്യം, കഴുതയ്ക്ക് ജീനിയിട്ടതിന് ശേഷം അവൾ ഭൃത്യനോട് പറഞ്ഞു, വേഗം ഓടിക്കുക, ഞാൻ പറയാതെ വേഗം കുറയ്ക്കരുത്. സ്പീഡ് പോലും കുറച്ചേക്കരുത്, വിട്ടോളാൻ പറഞ്ഞു. നോക്കൂ, ആ വിശ്വാസം നോക്ക്. ഇത് വേഗത, സ്പീഡ്, ഞാൻ പറയാണ്ട് സ്പീഡ് പോലും കുറച്ചേക്കരുത്, വേഗത്തിൽ വിട്ടോളാൻ പറഞ്ഞു. എങ്ങോട്ടാ വേഗത്തിൽ? മെഡിക്കൽ കോളേജിലേക്കാണോ പോയത്? ഒരു വൈദ്യനെ കൂട്ടാനാണോ പോയത്? പ്രാർത്ഥനയുള്ളൊരു ദൈവ മനുഷ്യനെ കൂട്ടിക്കൊണ്ടുവരാൻ പറയാ, നീ വേഗം വണ്ടി ഓടിക്ക്, ഞാൻ പറയാണ്ട് വേഗത പോലും കുറച്ചേക്കരുത്, നന്മ ഭവിക്കും. നന്മ. ചില വേഗതകളൊന്നും പ്രാർത്ഥിക്കാൻ വേഗത കുറയ്ക്കരുത്. ആരാധിക്കാൻ ക്ഷീണം പിടിച്ച് മടി പിടിച്ച് നാളെ കഴിഞ്ഞാട്ടെ അടുത്ത മാസം ഒത്താ പോകാം, വേഗത കുറച്ചേക്കരുത്. പ്രാർത്ഥിക്കാനും ദൈവത്തെ അറിയാനും ചില വേഗതകൾ കുറച്ചേക്കുകയേ ചെയ്യരുത്. കാരണം അത് ആ വേഗത ചെന്ന് നിൽക്കുന്നത് ഒരു നന്മയിലായിരിക്കും. ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ഉറക്കിയെന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അടുത്ത ഭാഗം, ഇവളിങ്ങനെ വേഗത്തിൽ വരുമ്പോൾ ദൈവ മനുഷ്യൻ ചോദിച്ചു, എന്നാ ഉണ്ട് വിശേഷമെന്ന് ചോദിച്ചു. നിന്റെ മുഖം എന്നാ വാടിയിരിക്കുന്ന പിള്ളേ, കൊച്ചിനെങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ അപ്പോഴാണ് അമ്മ പറയുന്നത്. അത് 25-ാമത്തെ വാക്യം, അവൾ കാർമൽ മലയിൽ ദൈവപുരുഷന്റെ അടുത്തെത്തി. വണ്ടിയെ കയറി ഇരുന്നിട്ട് പറഞ്ഞു, വേഗം വിട്ടു, ഞാൻ പറയാണ്ട് സ്പീഡൊന്നും കുറച്ചേക്കല്ല, ആംബുലൻസ് പോകുന്ന പോലെയാ വണ്ടി പോകുന്നത്, അതേപോലെ വേഗത വിട്ടോളാൻ പറഞ്ഞു.
അവൾ അവിടെ എത്തിയപ്പോൾ, ദൈവപുരുഷന്റെ അടുത്തെത്തിയപ്പോൾ അവൾ വരുന്നത് കണ്ടപ്പോൾ അവൻ ഭൃത്യൻ ഗഹസിയോട് പറഞ്ഞു, അതാ ശൂനേംകാരി വരുന്നു. വളരെ സ്പീഡിൽ ആംബുലൻസ് വരുന്ന വേഗത്തിൽ അവൾ വരണുണ്ട്. എന്നാ കാര്യം എന്ന് പോയി ചോദിച്ചു. ഓടിച്ചെന്ന് അവളെ സ്വീകരിച്ച് അവൾക്കും ഭർത്താവിനും കുഞ്ഞിനും സുഖം തന്നെയോ എന്ന് അന്വേഷിക്കുക. അവൾക്കും ഭർത്താവിനും ആ കൊച്ചിന് സുഖമാണോ എന്ന് പോയി ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, സുഖം തന്നെ. ദൈവ മനുഷ്യന്റെ അടുത്തെത്തി അവന്റെ പാദങ്ങളിൽ പിടിച്ചു. അവളെ തള്ളി മാറ്റുന്നതിന് ഗഹസി മുൻപോട്ട് വന്നു. ആംബുലൻസ് വേഗത്തിലായി ഇപ്പോൾ വണ്ടി വന്നത്. അപ്പോൾ പ്രവാചകൻ ചോദിക്കുക, ഭർത്താവിന് എങ്ങനുണ്ട്, കൊച്ചിനെങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പം സങ്കടത്തോടെ ഇവൾ ആരുടെ കാലെ കയറി പിടിച്ചു? പ്രവാചകന്റെ കാലെ പിടിച്ച് ഗഹസി അവളെ തട്ടി മാറ്റാൻ നോക്കി. പ്രവാചകന്റെ മേത്തൊന്നോടനെ മാറി നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കയറി ചെയ്യേണ്ട, അവൾ എന്തോ കഠിന ദുഃഖത്തിലാണെന്ന് പ്രവാചകൻ പറഞ്ഞു. ഗഹസി പറഞ്ഞു, മേത്തൊന്നും തൊടാൻ പാടില്ല, അവിടെ നിന്ന് കാര്യം പറഞ്ഞാൽ മതിയെന്ന്. അവൾ ഓടി വന്ന് പ്രവാചകന്റെ കാലെ കെട്ടിപ്പിടിച്ചു. ദൈവപുരുഷൻ പറഞ്ഞു, അവളെ തടയരുത്. ഗഹസി പറഞ്ഞു, ഗഹസി എന്നാ പറഞ്ഞത്? ദൈവപുരുഷൻ അവളെ തടയരുത്, അവൾ കഠിന ദുഃഖത്തിലാണ്, ഒത്തിരി വിഷമത്തിലാണെന്ന് പ്രവാചകന് മനസ്സിലായി. ഇവിടെ ഇരിക്കുന്ന നിങ്ങളും പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ, കൈ ഉയർത്തുന്നത് കാണുമ്പോൾ, ആളുകളെ കാണാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടുമ്പോൾ, ഇവിടെ രാവിലെ 2:30ക്കും 3:30ക്കും ഈ ഹാളിൽ കയറി ഇരിക്കുന്നത് കാണുമ്പോൾ ഇവിടെ നിൽക്കുന്ന ഞങ്ങൾക്ക് അറിയാം എന്തോ കഠിന ദുഃഖത്തിലാണ് ഈ അമ്മമാരുള്ളത്, എന്തോ കഠിന ദുഃഖത്തിലാണ് ഈ അപ്പച്ചന്മാരുള്ളത്. ആരെയും തടയൊന്നും വേണ്ട, സാധിക്കുന്ന പോലെ പറ്റും പോലൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അടുത്ത ഭാഗം വായിക്കുക. അവൾ കഠിന ദുഃഖത്തിലാണ്. 29ാമത്തെ വാക്യം. അവൻ ഗഹസിയോട് പറഞ്ഞു. അപ്പോൾ ഉടനെ ഗഹസിയോട് പറഞ്ഞു, അരപ്പട്ട ധരിച്ച് എന്റെ വടി കയ്യിലെടുക്കുക. വഴിയിൽ ആരെ കണ്ടാലും മിണ്ടിയേക്കല്ല്. ആരെങ്കിലും അഭിവാദനം ചെയ്താൽ, ആരെങ്കിലും ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് മോർണിംഗ് പറഞ്ഞാലും കമാന്ന് മിണ്ടിയേക്കല്ലേ വിട്ടോണമെന്ന് പറഞ്ഞു. ഒരക്ഷരം മിണ്ട, വഴിയിൽ കാണുന്ന ഒരാളോടും സംസാരിക്കരുതെന്ന് പ്രവാചകൻ ദൈവ മനുഷ്യൻ ഗഹസിയോട് പറഞ്ഞു. നീ എൻ്റെ വടിയുമായി പൊക്കോളാൻ പറഞ്ഞു. 30ാമത്തെ വാക്യം. അപ്പോൾ 29ാമത്തെ വാക്യം. എൻ്റെ വടി കുട്ടിയുടെ മുഖത്ത് വയ്ക്കുക. നീ ഈ വടി കൊണ്ടുപോയി ആ കട്ടിലെ കിടക്കുന്ന കൊച്ചിന്റെ മുഖത്ത് വയ്ക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ പോയി. 30ാമത്തെ വാക്യം. അപ്പോൾ കുട്ടിയുടെ അമ്മ പറഞ്ഞു, കർത്താവിനെയും അങ്ങയെയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഞാൻ അങ്ങയെ വിട്ടുപോവുകയില്ല. അപ്പോൾ അവൻ അവളെ അനുഗമിച്ചു. ഗഹസി മുൻപേ പോയി വടി കുട്ടിയുടെ മുഖത്ത് വെച്ചു. എന്നാൽ അനക്കമോ ജീവന്റെ ലക്ഷണമോ പോലും ഉണ്ടായില്ല. അവൻ മടങ്ങിച്ചെന്ന് എലീശായോട് പറഞ്ഞു, കുട്ടി ഉണർന്നിട്ടില്ല, ഞാൻ നോക്കിയിട്ടൊന്നും ഒരു മാറ്റവും ഇല്ലെന്ന് പറഞ്ഞു. ഇനി അടുത്ത ഭാഗം കേട്ടോ. ഈ വീട്ടിൽ ഒരു കാലത്ത് പ്രവാചകൻ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച് വീട്ടിനകത്ത് മട്ടുപ്പാവിൽ ഒരു കുഞ്ഞു മുറി, ഒരു കട്ടിൽ, ഒരു മേശ, ഒരു ബെഡ്ഷീറ്റ്, ഒരു പുതപ്പ്, ഒരു തലേണയൊക്കെ കൊടുത്ത മനുഷ്യൻ്റെ ആ കുടുംബത്തിലെ ഒരു വലിയ അത്ഭുതം ചെയ്യാൻ ദൈവം ഇറങ്ങി വന്നൊരു സാഹചര്യം. അടുത്ത് 32ാമത്തെ വാക്യം. തുടർന്ന് എലീശ ആ ഭവനത്തിൽ ചെന്നപ്പോൾ കുട്ടി കിടക്കയിൽ മരിച്ചു കിടക്കുന്നത്, ബോധം കെട്ട് കിടക്കുന്നതല്ല, കുട്ടി മരിച്ചു കിടക്കുന്നത്. അത്രയും വലിയ പ്രശ്നം ഉള്ളപ്പോഴും അമ്മ ആരെയാ സമീപിച്ചത്? പ്രാർത്ഥനയുള്ളൊരു മനുഷ്യനെയാ. ദൈവത്തിൽ നിങ്ങൾക്ക് എന്നാ വലിയ പ്രശ്നങ്ങളാണ് നിങ്ങളുടെ അപ്പുറത്തുള്ളത്, ഇപ്പുറത്തുള്ളത്, ഈ വശത്തുള്ളത്. നിങ്ങൾ ഈ സമയത്ത് കണ്ണും പൂട്ടി ദൈവത്തിൽ വിശ്വസിക്കുക, കണ്ണും പൂട്ടി ദൈവത്തിൽ വിശ്വസിക്കുക. ചില അത്ഭുതങ്ങളെ ദൈവം ഇന്ന് ചെയ്യാൻ തുടങ്ങും. ഞാൻ ആ ഭാഗം വായിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം നിങ്ങൾ ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ച്, ഇനി അടുത്തത് ദൈവ മനുഷ്യൻ ആ വീട്ടിൽ വരികയാണ്. ഇത്ര വേഗത്തിൽ ആ ദൈവ മനുഷ്യൻ വരാൻ കാരണം എന്താ? ഇത്രയും തിരക്കുള്ള ദൈവ മനുഷ്യൻ ദൈവത്തിനും ദൈവിക കാര്യങ്ങൾക്കും വിലയും സ്ഥാനവും സമയവും കൊടുക്കുന്ന വീട്ടിൽ ദൈവിക സാന്നിധ്യം പ്രതിസന്ധിയുടെ സമയത്ത് ഇറങ്ങി വരും. ഒരു പ്രതിസന്ധി ഉണ്ടായി, ശരി തന്നെ, ഒരു സങ്കടമുണ്ടായി, ശരി തന്നെ. പക്ഷെ ആ വീട്ടിൽ നടക്കാൻ പോയത് വലിയൊരു അത്ഭുതമാണ്. ആ കരങ്ങളെ ഉയർത്തി പറഞ്ഞ്, കർത്താവ്, ഇതുപോലെയുള്ള വലിയ അത്ഭുതങ്ങൾ ദൈവവചനത്തിലൂടെ എൻ്റെ വീട്ടിൽ നടക്കണമേ, എൻ്റെ ഭവനത്തിൽ സംഭവിക്കണമേ. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വിശ്വസിച്ച് പ്രാർത്ഥിക്കുവാണ്. ഹല്ലേലൂയ. ഇനി അടുത്ത ഭാഗം ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് പൂർണ്ണമായ അർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കാൻ ചിലപ്പോൾ ചില സമയമെടുക്കും. ഇത് പല പ്രാവശ്യം വായിക്കും പിടികിട്ടും. ഇനി എലീശ വീട്ടിൽ ചെല്ലും. ആ വീട്ടിൽ ഒരു കൊച്ചു മരിച്ച് പുള്ളി കിടന്ന കട്ടിലെ കിടപ്പുണ്ട്. ഇനി വായിക്കുക. ആ വീട്ടിലൊരു വലിയ അത്ഭുതം നടക്കുവാണ് ഇപ്പോൾ.
അവനുള്ളിൽ കടന്ന് വാതിലടച്ചു. ഏലീഷ ആ മുറിയിൽ കയറി വാതിലടച്ചു. മുറിക്കുള്ളിൽ അവനും കുട്ടിയും മാത്രമായി. അമ്മയില്ല, അപ്പനും എല്ലാവരും പുറത്ത് നിൽക്കുന്നു. മരിച്ചു കിടക്കുന്ന കൊച്ചും പ്രവാചകനും മാത്രം, ഗഹസി പോലും കൂടെയില്ല. വാതിലടച്ചു. ഏലീശ കർത്താവിനോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് അല്ല, ഗഹസി പോയപ്പോൾ പറഞ്ഞതാണല്ലോ ആ കൊച്ചു മരിച്ചു കിടക്കുക, ഒരനക്കവും ഇല്ല എന്നറിഞ്ഞിട്ടും പിന്നെ എന്തിനാ പ്രാർത്ഥിച്ചത്? നിങ്ങളും പ്രാർത്ഥിച്ചിട്ട് ഒരു അനക്കവും ഇല്ലെന്ന് തോന്നുന്ന ചില വിഷയങ്ങളില്ലേ? ഇനി പറഞ്ഞിട്ടൊന്നും ഒരനക്കവും ഇല്ല, ഇനി നമുക്ക് നടക്കവും തോന്നുന്നില്ല, ഒരനക്കവും തോന്നുന്നില്ലെന്ന് പറഞ്ഞ വിഷയമില്ല, ഇനി ഒരനക്കവും ഉണ്ടാകത്തില്ലെന്ന്. എന്നാലും ആ വിഷയത്തിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കണം. ഏലീഷ അവിടെ നിന്നുകൊണ്ട് മൂക്കയിലൊക്കെ പിടിച്ച് നോക്കിയിട്ട് നാടിയിലൊക്കെ പിടിച്ച് നോക്കിയിട്ട് ആള് പോയി കേട്ടോ, ഒരു അരമണിക്കൂർ മുമ്പ് മരിച്ചു പോയെന്ന് പറയല്ല. ഏലീഷ അവിടെ നിന്ന് ഒരനക്കവും ഇല്ല എന്നറിഞ്ഞിട്ടും ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിച്ചു നോക്കാം. അനന്തരം കിടക്കയിൽ കയറി തൻ്റെ വായ് കുട്ടിയുടെ വായോടും തൻ്റെ കണ്ണുകൾ അവൻ്റെ കണ്ണുകളോടും തൻ്റെ കൈകൾ അവൻ്റെ കൈകളോടും ചേർത്ത് വെച്ച്, ആ വാക്ക് മറക്കല്ല്, ചേർത്ത് വെച്ച്. ചുമ്മാ അവിടെ നിന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് ഓഫീസിൽ പോവല്ല, ചേർത്ത് വെച്ച്. കണ്ണ് കണ്ണോടും മുഖം മുഖത്തോടും ചുണ്ട് ചുണ്ടോടും ചേർത്ത് വച്ച് മരിച്ചു കിടക്കുന്ന ഒരു കൊച്ചിൻ്റെ മുകളിൽ ഒരു പ്രവാചകൻ പ്രാർത്ഥിക്കുക. ചില കാര്യങ്ങൾ ദൈവവചനത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ, ഇവിടെ നടക്കുന്ന ശുശ്രൂഷയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ, ചില അഭിഷേകത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ, അതിനകത്ത് ചില കാര്യം അനക്കമില്ലെന്ന് തോന്നിയാൽ ആ വിഷയത്തിനകത്ത് ദൈവ പ്രവൃത്തി സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ. അങ്ങനെ ചേർത്ത് വെച്ച് അവന്റെ മേൽ കിടന്നു. അടുത്ത ഭാഗം ഇങ്ങനെയാണ്, അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ അപ്പോൾ കുട്ടിയുടെ ശരീരം ചൂട് പിടിച്ചു തുടങ്ങി. അല്ലല്ല, നേരത്തെ പറഞ്ഞായിരുന്നു കൊച്ചു മരിച്ച് കട്ടിലേക്ക് കിടക്കുക, ഞാൻ നോക്കിയിട്ട് ഒരു അനക്കവും ഇല്ലെന്ന് പറഞ്ഞതാ. പക്ഷെ ചില കാര്യങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ എഴുതിയിരിക്കുകയാണ്, കുട്ടിയുടെ ശരീരം ചൂട് പിടിച്ച് തുടങ്ങി. ആ മരിച്ചു കിടന്ന ശരീരത്തിൽ ജീവൻ ഉണ്ടാകാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചു, ഒരു കാലത്ത് പ്രവാചകന് മട്ടുപ്പാവിൽ ഒരു റൂം ഉണ്ടാക്കി കൊടുത്തേക്കാം, ഒരു കട്ടിൽ മേടിച്ചിട്ട് കൊടുത്തേക്കാം, പുള്ളി ഇതിലെ പോകുമ്പോഴൊക്കെ. ഇപ്പോൾ അത് അനുഗ്രഹമായില്ലേ? ഇങ്ങനെ ഒരു പ്രതിസന്ധി സമയത്ത് ആ മനുഷ്യനാ ആ വീടിനെ രക്ഷിച്ചത്. നിങ്ങൾക്ക് ദൈവം തരുന്ന ചില നല്ല ബന്ധങ്ങൾ നിങ്ങളുടെ പ്രതിസന്ധി സമയത്ത് ഏറ്റവും സഹായമായിരിക്കും. ഇപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കും, പുള്ളിനെ വീട്ടിൽ കയറ്റിയിട്ട് എന്നാ കിട്ടാനാ, പുള്ളി പൈസ പിരിവിന് വരുന്നതാണ്, പുള്ളിക്ക് എന്തോ ഉടായിപ്പുണ്ട്, എന്തോ കള്ളത്തരമുള്ള ആളാ. ഇങ്ങനെയൊന്നും അല്ല. ചില സത്യസന്ധരായ ദൈവ ശുശ്രൂഷകർ ഇന്നും ഉണ്ട്. സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവ മനുഷ്യന്മാരുണ്ട്. നല്ല നല്ല അനുഗ്രഹത്തിൽ നിൽക്കുന്നവരുണ്ട്. അവർ നിങ്ങൾക്കൊരു അനുഗ്രഹമായിട്ട് മാറും. ശ്രദ്ധിച്ചേ, ആ പ്രവാചകൻ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അനക്കമില്ലാതിരുന്നൊരു കാര്യത്തിൽ ഇപ്പോൾ ചൂട് പിടിക്കാൻ തുടങ്ങി. ചിലർ പറയും, ഇതുകൊണ്ട് ഞാൻ ഈ പാസ്പോർട്ട് കൊണ്ട് അലഞ്ഞ് ഞാൻ മടുത്ത്, എവിടെയും എനിക്ക് റിജക്ഷനാണ്, ഈ ജോലി കിട്ടിയിട്ടില്ല, അങ്ങനെ ശരിയായിട്ട് ഈ സ്ഥലം വിൽക്കാൻ നോക്കിയിട്ട്. അല്ല, ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ആ വിഷയത്തെ ഈ ആലയത്തിലെ ശുശ്രൂഷകളോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്ക്. ചൂട് പിടിക്കാൻ തുടങ്ങും, അനക്കം ഉണ്ടാകാൻ തുടങ്ങും, ജീവൻ ഉണ്ടാകാൻ തുടങ്ങും. ഹല്ലേലൂയ. ഭയങ്കരമായൊരു പ്രാർത്ഥന. അടുത്ത ഭാഗം, ഏലീശ എഴുന്നേറ്റ് മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രാവശ്യം നടന്നു. ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് ചെറിയ അനക്കം ഉണ്ടായി, എന്നാൽ പോയേക്കാമെന്ന് വിളിച്ച് വലിയ ആള് കളിക്കാനും ബഹളം വെക്കാനും പോയില്ല. ഒന്നും കൂടെ എഴുന്നേറ്റ് ആ മുറിയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും 2 പ്രാവശ്യം നടന്നിട്ട് വീണ്ടും പ്രാർത്ഥിച്ചു. ഒരു പ്രാവശ്യം നടന്നു, വീണ്ടും കുട്ടിയുടെ മേൽ കിടന്ന് കുട്ടി 7 പ്രാവശ്യം തുമ്മിയതിനു ശേഷം കണ്ണ് തുറന്നു. ഒരിക്കലും നടക്കത്തില്ല. ഏറ്റവും വലിയ അത്ഭുതം നടന്നത് ഇപ്പൊ എവിടെയാ? ദൈവത്തിനും ദൈവവചനത്തിനും ഒരു സ്ഥാനം കൊടുത്ത ആ വീട്ടിലായിപ്പോൾ ഏറ്റവും വലിയൊരു അത്ഭുതം നടന്നത്. നിങ്ങൾ ദൈവത്തിനും ദൈവവചനത്തിനും ഒക്കെ സ്ഥാനം കൊടുക്കുന്നവരല്ലേ, ചില കാര്യങ്ങൾ അനക്കം വെക്കാൻ തുടങ്ങും. ചില നല്ല തുടക്കങ്ങൾ ദൈവം ഇടാൻ തുടങ്ങും. നിങ്ങളുടെ ഭവനത്തിലായിരിക്കട്ടെ, എൻ്റെ ഭവനത്തിലായിരിക്കട്ടെ ഇന്നത്തെ ആദ്യത്തെ അത്ഭുതം. നിങ്ങളുടെ കുടുംബത്തിലായിരിക്കട്ടെ ഇന്നത്തെ ആദ്യത്തെ അത്ഭുതം നടക്കുക. നിങ്ങളുടെ ഭവനത്തിലായിരിക്കട്ടെ, നിങ്ങളുടെ തലമുറയിലായിരിക്കട്ടെ, നിങ്ങളുടെ കുടുംബ സാഹചര്യങ്ങൾ സാമ്പത്തികത്തിലായിരിക്കട്ടെ ഇന്നത്തെ ആദ്യത്തെ അത്ഭുതം നടക്കുന്നത്. ഹല്ലേലൂയ. അടുത്ത ഭാഗം വായിച്ചേ, 36-ാമത്തെ വാക്യം. ഏലീശ ഗഹസിയോട് ശൂനേംകാരിയെ വിളിക്കാൻ പറഞ്ഞു. അമ്മേനെ വിളിക്കാൻ പറഞ്ഞു. വിളിച്ചു. നിന്റെ പുത്രനെ എടുത്തുകൊള്ളുക. അവൾ അവൻ്റെ പാദത്തിങ്കിൽ വീണ് നമസ്കരിച്ചു.
പിന്നീട് കുട്ടിയെ എടുത്തുകൊണ്ടുപോയി. ഒരു പ്രതിസന്ധിയുടെ സമയത്ത് ആരെ ആശ്രയിച്ചത്? ദൈവത്തിലും ദൈവീക മനുഷ്യനിലും ആശ്രയിച്ച്. എല്ലാവരും ഒരു നിമിഷം ശ്രദ്ധിച്ചേ. കൊച്ചു മരിച്ച് പ്രവാചകൻ കിടന്ന കട്ടിലെ കിടത്തിയിട്ട് പോയപ്പോൾ ചോദിച്ചു, വേഗം ഒരു കഴുതേനെ ഒരു ഭൃത്തിനെയും വിട്, ആംബുലൻസിൻ്റെ വേഗത്തിൽ പ്രവാചകൻ്റെ നാട്ടിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു, ഇന്ന് അമാവാസിയോ, ഇന്ന് സാബത്തോ ഒന്നും അല്ലല്ലോ, പിന്നെ നീ എന്തിനാ അങ്ങോട്ട് പോകുന്നേ? അപ്പോൾ ആ അമ്മ പറയുവാണ്, നന്മ വരും, വേഗത്തിൽ പോവുക. ഞാൻ പറയാണ്ട് വേഗത കുറച്ചേക്കല്ല്. അവിടെ ചെന്ന് പ്രവാചകൻ്റെ കാലേ വീണപ്പോൾ ഗഹസി പറഞ്ഞു, കാലിലൊന്നും വീഴാൻ പറ്റില്ല, പുള്ളി തൊടാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ പ്രവാചകൻ പറഞ്ഞു, ഗഹസി അങ്ങനെ പറയരുത്, അവൾ എന്തോ കഠിന ദുഃഖത്തിലാണ്. ഉടനെ ആ വീട്ടിൽ വരുന്നു, ആ വീട്ടിൽ പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ അത്ഭുതം ആ വീട്ടിൽ നടക്കുന്നു. ദൈവത്തിനും ദൈവവചനത്തിനും വില കൊടുക്കുന്നവൻ്റെ വീട്ടിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഇന്നും സംഭവിക്കും. അത് പറയാനാ ഇത് മുഴുവൻ വായിച്ചത്. ഒരധ്യായം മുഴുവൻ ഏകദേശം ഒരൊറ്റ കാര്യമാണ് 4-ാം അധ്യായം മുഴുവൻ പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിച്ചേ. നിങ്ങളും ഒരുപക്ഷെ ഡെയിലി ബ്ലെസ്സിങ് ഒക്കെ കാണുന്നവരാകാം, കേൾക്കാത്തവരാകാം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വൈദികരുടെ വചനങ്ങൾ ദിവസവും കേൾക്കുന്നവരാകാം. ഞാൻ പ്രസംഗിക്കുന്നത് എൻ്റെ മാത്രം പ്രസംഗം എല്ലാവരും എല്ലാ ദിവസവും കേട്ടോണം എന്ന് പറയാനല്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വൈദികൻ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പ്രസംഗിക്കുന്നൊരു വചനം നിങ്ങൾക്ക് നല്ലതായി തോന്നിയോ, അത് അനേകർക്ക് കൊടുക്കണം. അതാരുമാകട്ടെ. ഇവിടുത്തെ ശുശ്രൂഷകൾ നിങ്ങളെല്ലാവരോടും ഷെയർ ചെയ്യണമെന്നല്ല. നിങ്ങൾക്കത് നന്നായി തോന്നിയോ, നിങ്ങളുടെ ആ ഫോണിൽ അത് അനേകർക്ക് അത് അയച്ചു കൊടുക്കണം. എന്നറിയാമോ, ദൈവത്തിനും ദൈവീക കാര്യങ്ങൾക്കൊക്കെ വില കൊടുക്കുമ്പം ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ വീട്ടിനകത്തൊരു അത്ഭുതം നടക്കുമെന്ന് ഉറപ്പാണ്. അങ്ങനെയുള്ള വ്യക്തികൾക്കൊക്കെ ദൈവത്തിൻ്റെ മനസ്സിലൊരു സ്ഥാനമുണ്ട്. ഇത് തന്നെയല്ലേ നമ്മൾ ആദ്യം കേട്ടത്? റൂഫസിൻ്റെയും അവൻ്റെ അമ്മയ്ക്കും, ആ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട റൂഫസിനും അവൻ്റെ അമ്മയ്ക്കും വന്ദനം പറയുവിൻ. ആരാണ് ഈ റൂഫസ്? ഈ റൂഫസിൻ്റെ പിതാവാണ് വയലിൽ നിന്ന് വന്നപ്പോൾ യേശുവിൻ്റെ കുരിശ് കുറച്ചു നേരം ചുമന്നത്. അതിൻ്റെ അനുഗ്രഹം തലമുറകളിലേക്ക് ലഭിച്ചു. ഇതുപോലെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന നിങ്ങളിൽ അനുഗ്രഹങ്ങളെ ദൈവം കൊണ്ടുവരും. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ, നന്നായി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. എല്ലാം പിടികിട്ടിയോ നിങ്ങൾക്ക്? എല്ലാം കുറച്ചൊക്കെ മനസ്സിലാക്കാനൊക്കെ പറ്റിയോ? അല്ല ചൂടിനും ആവേശവും ഈ പരവേശമൊക്കെ ഇച്ചിരിയൊക്കെ മയങ്ങിപ്പോയോ? സാരമില്ല, കുറച്ചെങ്കിലുമൊക്കെ കേട്ടില്ലേ? അവിടെ ഇവിടെ കുറച്ചെങ്കിലും കേട്ടില്ലേ? അത് മതി, അത്രയിലും മതി. എന്നാൽ ഇനി ഉറങ്ങിപ്പോയോ മയങ്ങിപ്പോയോ ആരെങ്കിലുമൊക്കെ കാണും. ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഈ ചൂടും ക്ഷീണമൊക്കെ ഉള്ളപ്പോൾ അറിയാതെ മയങ്ങിയൊക്കെ പോവും. സാരമില്ല, ഇനി പറയാം. ഒറ്റ വാക്ക്. ഒരു ധനികൻ്റെ വീട് ഒരു ദൈവമനുഷ്യന് വേണ്ടി തുറന്നു കൊടുത്തു. ഒരു കട്ടിലും ഒരു വായുവൊക്കെ കൊടുത്തു, അവിടെ താമസിക്കാൻ സമയം കൊടുത്തു, സ്ഥലം കൊടുത്തു. അതിൻ്റെ ഉത്തരവ് എന്നാണെന്നറിയാമോ? വലിയ 2 അത്ഭുതമാണ് ആ വീട്ടിൽ സംഭവിച്ചത്. വലിയ 2 അത്ഭുതങ്ങൾ. ഇതുപോലെ ചില കാര്യങ്ങളെ ചേർത്ത് വെച്ചൊന്ന് പ്രാർത്ഥിച്ച്. എലീഷ എങ്ങനെയാണ് പ്രാർത്ഥിച്ചേ? അവിടെ നിന്നുകൊണ്ട് ഒരു മൈക്കിലൂടെ ഒരു വലിയ പ്രഭാഷണമല്ല, ആ കൊച്ചിൻ്റെ കണ്ണിനോട് ചേർന്ന് പ്രവാചകൻ്റെ കണ്ണ്, ആ കൊച്ചിൻ്റെ വായോട് ചേർന്ന് പ്രവാചകൻ്റെ വായ്, ആ കൊച്ചിൻ്റെ കൈയോട് ചേർന്ന് പ്രവാചകൻ്റെ കൈയും ചേർത്ത് വെച്ചു. പറഞ്ഞേ, ചേർത്ത് വെച്ചു. ചില കാര്യങ്ങളുണ്ടല്ലോ ചേർത്ത് വയ്ക്കണം. ദൈവത്തോട്, ദൈവത്തിൻ്റെ വചനത്തോട് ചേർത്ത്. എങ്ങനെയാലും അല്ല. ഈ സമ്പന്നനായ ധനികനായ ആളുടെ ഭാര്യ പറഞ്ഞതാ എനിക്ക് ഭയങ്കര അത്ഭുതമായി തോന്നിയത്. നീ കൊച്ചിന് വയ്യാത്തപ്പോൾ എങ്ങോട്ട് പോവുക? ചോദിച്ചു, ഇന്ന് സാബത്തോ അമാവാസിയോ ഒന്നും അല്ലല്ലോ, നീ എങ്ങോട്ടാ പോകുന്നേ? അപ്പോൾ ആ സ്ത്രീ പറയുവാ, ഞാൻ പ്രവാചകൻ്റെ അടുത്തേക്ക് പോവുക. എന്തിന്? അമാവാസിയല്ല, സാബത്തല്ല, എന്നതിനാ? നന്മ വരും. ഈ ആലയത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്ന ഈ ആലയത്തിൽ എന്തിനാ വന്നേ? നിങ്ങളോടും പലരും ചോദിച്ചു, എന്തിനാ പോന്നേ? കടുവയില്ലേ അവിടെ? പുലി പിടിക്കില്ലേ? ആനയുള്ള സ്ഥലമാണെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ ഉണ്ടല്ലോ ആലയങ്ങൾ, ഇവിടെയൊക്കെ ഉണ്ടല്ലോ ധ്യാനകേന്ദ്രം. ഇനി അങ്ങോട്ട് എന്തിനാ പോകുന്നേ? നന്മ വരും. അതൊറ്റ ഉത്തരവാ, നന്മ വരും. അതൊരു സമയമാ, ഒരു അവസരമാ, ഒരു ദൈവീകമായ ക്ഷണമാണ്. ദൈവീകമായ ക്ഷണമാണ്. നന്മ വരും. എന്നിട്ട് ആ ഭാര്യ, ആ സമ്പന്നൻ്റെ ഭാര്യ പറയുക, ആ വൃത്തിനോട് പറഞ്ഞു, കഴുതയെ
വേഗത്തിൽ ഓടിക്കുക. ഞാൻ പറയാണ്ട് സ്പീഡ് കുറച്ചേക്കല്ല്, ഞാൻ പറയാണ്ട് സ്പീഡ് കുറച്ചേക്കല്ല്. ആംബുലൻസ് പോകുന്ന വേഗത്തിൽ പരമാവധി വിട്ടോളാൻ പറഞ്ഞു. അവിടെ ചെല്ലുമ്പോൾ ആ പ്രവാചകൻ ഇക്കാര്യം മനസ്സിലാക്കി ആ കഠിന ദുഃഖത്തിൽ ആ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ, ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതങ്ങളെ സംഭവിച്ചു. നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം മനസ്സിലോർത്തെ കണ്ണുകളെ അടച്ച് എന്നിട്ട് ആ ഹൃദയത്തോടൊന്നും ചേർത്ത് വെച്ചേ, ദൈവമേ 365 ദിവസവും വചനം പറയുന്ന ഈ ഒരു അൾത്താരയുടെ മുമ്പിൽ എൻ്റെ പ്രാർത്ഥനയെ ഞാൻ ചേർത്ത് വയ്ക്കുന്നു. ഏലീശ ആ വീട്ടിൽ വന്നപ്പോൾ ചോദിച്ചു, ആദ്യം വന്നപ്പോൾ ചോദിച്ചു, എന്നതാ വേണ്ടത്? രാജാവിനോട് ശുപാർശ ചെയ്യട്ടെ, എന്നതാ വേണ്ടത്? എനിക്ക് വലിയ വലിയ ആൾക്കാരെ പരിചയമുണ്ട്, എന്നാ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഗഹസി പറഞ്ഞു, ഗുരു, ഇവർക്ക് പിള്ളേരില്ല, മക്കളില്ല. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇങ്ങോട്ട് വിളിക്കുക, ആ പുള്ളിക്കാരത്തെ ഇങ്ങോട്ട് വിളിക്കുക. അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നീ നിന്റെ മടിയിൽ ഒരു കുഞ്ഞിനെ താലോലിക്കും. അപ്പോൾ ഉടനെ ആ സ്ത്രീ പറഞ്ഞു, അയ്യോ എൻ്റെ പ്രവാചക, അങ്ങനൊന്നും പറയല്ലേ, ഇതൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല കേട്ടോ. എൻ്റെ ഭർത്താവ് വൃദ്ധനാണ്, ഞങ്ങൾക്കൊക്കെ ഏജ് കഴിഞ്ഞു പോയി, പ്രായം കഴിഞ്ഞു പോയി, ഇങ്ങനെയൊന്നും ഞങ്ങളോട് പറയല്ലേ കേട്ടോ. അല്ല, അടുത്ത വർഷം. അത് പ്രവാചകൻ പറഞ്ഞൊരു വാക്കാണ്. ദൈവത്തിനും ദൈവിക കാര്യങ്ങൾക്കും വില കൊടുത്ത് പ്രാർത്ഥിക്കുന്ന പ്രിയരെ, അടുത്ത സെപ്റ്റംബർ മാസമാകുമ്പോൾ, ഏകദേശം ഈ സമയമാകുമ്പോൾ ഈ വചനം കേൾക്കുന്ന നിങ്ങളിലും ചില അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അടുത്ത സെപ്റ്റംബർ മാസമാകുമ്പോൾ ചില അനുഗ്രഹങ്ങൾ നിങ്ങളുടെ കൈകളിൽ വരാൻ ഇടയാകട്ടെ. ഈ വർഷം കഴിയുന്നതിന് മുമ്പ് ചില അത്ഭുതങ്ങൾ. ചിലർ പറയും, ഒരു സ്വന്തമായൊരു വീട്, സ്വന്തമായൊരു ജോലി, ഒരു മക്കൾ ഉണ്ടായിരുന്നെങ്കിൽ, തലമുറകളെ ലഭിച്ചിരുന്നെങ്കിൽ, പല കാര്യങ്ങളും പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങളിൽ, എൻ്റെ ജീവിതത്തിലൊക്കെ അത്ഭുതം നടക്കണമെന്ന്. 2 കരങ്ങളെ ഉയർത്തി പിടിക്കാമോ? നന്നായി ഒന്ന് പാടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 2 കരങ്ങളും ഉയർത്തി പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ആ പ്രവാചകൻ വന്നേച്ചു പറയുക, ഞാൻ ആ കൊച്ചിനെ ഒന്ന് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കട്ടെ. ആ കുഞ്ഞിന് വയ്യാതായി ശ്വാസം നിലച്ച് മരിച്ചു കിടക്കുമ്പോൾ അമ്മ പറഞ്ഞു, വേഗം പ്രവാചകനെ വിളിക്ക്, വേഗം പ്രാർത്ഥിക്കുന്നവനെ വിളിക്ക്. അപ്പോൾ അവരോട് ചോദിച്ചു, എൻ്റെ സഹോദരി, നിന്റെ കൊച്ചു വയ്യാണ്ട് കിടക്കുമ്പോൾ അങ്ങോട്ടാണോ ഇനി പോകുന്നത്? ഇന്ന് അമാവാസിയാണോ? ഇന്ന് സാമ്പത്താണോ? അല്ല, നന്മ വരും. ഈ ആലയത്തിൽ എന്തിനാ വന്നത്? നന്മ വരും. എൻ്റെ കുടുംബത്തിൽ നന്മ വരും, എൻ്റെ പിള്ളേരുടെ ജീവിതത്തിൽ നന്മ വരും, എൻ്റെ തലമുറയിൽ നന്മ വരും, എൻ്റെ സാമ്പത്തികത്തിനകത്ത് നന്മ വരും, എൻ്റെ കുടുംബ ജീവിതത്തിൽ നന്മ വരും, എൻ്റെ ജീവിത പങ്കാളിയിൽ നന്മ വരും. ഞാനത് വിശ്വസിക്കുന്നു. ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. ശബ്ദമുയർത്തി ജീസസ്, ശബ്ദമുയർത്തി ആമേൻ, 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 ഹല്ലേലൂയ. ഒന്ന് കരമടിച്ചെന്ന് പാടാമോ? കരമടിച്ച് ദൈവം എന്നെ നടത്തുന്നു. ദൈവം എന്നെ നടത്തും. അതുകൊണ്ട് സാധ്യമേ, സാധ്യമേ, യേശുവൻ കൂടെയുള്ളതാ. ആമേൻ. സാധ്യമേ, സാധ്യമേ, യേശുവൻ കൂടെയുള്ളതാ. ഒരിക്കൽ കൂടി ആ കണ്ണുകൾ നടച്ച് പ്രിയപ്പെട്ട അമ്മമാരെ, അപ്പച്ചന്മാരെ, യുവതി യുവാക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങളൊക്കെ ഒത്തിരി സ്വപ്നങ്ങളോടെ പ്രാർത്ഥിക്കുന്നവരാണ്. നല്ല സ്വപ്നങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. അടുത്ത വർഷം ഏകദേശം ഈ സമയമാകുമ്പം ദൈവമേ, നിൽക്കുന്ന ജനത്തിനൊരു സാക്ഷ്യങ്ങൾ പറയാൻ കർത്താവേ, നന്മ വരുന്ന അനുഭവം ഉണ്ടാകണമേ. പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തെ, നമ്മൾ എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഞാൻ എന്തിനാ എൻ്റെ വീട്ടിൽ നിന്ന് വന്ന് അമാവാസിയോ സാബത്തോ ഒന്നും അല്ല, ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, ഞായറാഴ്ചയൊന്നും അല്ലല്ലോ, എന്തിനാ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത്? നന്മ വരും, നന്മ വരുന്നേ, നന്മ വരും. അത് മക്കൾക്ക് വരും. ദൈവത്തിനും ദൈവിക കാര്യങ്ങൾക്കും ഒരു വില കൊടുക്കുമ്പം ആ വില കൊടുത്ത വ്യക്തിക്ക് ഒരു അനുഗ്രഹമുണ്ട്, ആ വില കൊടുത്ത വീടിനും ഒരു അനുഗ്രഹമുണ്ട്. ആ വ്യക്തിയുടെ വീടും ഒക്കെ ഒത്തിരി അനുഗ്രഹം ലഭിച്ചതിന് സാക്ഷിയായിട്ട് മാറി. കാട്ടിലെ മരങ്ങളെപ്പോലെ എങ്ങനെയേലും വളരുന്നവരല്ല, തോട്ടത്തിൽ നട്ട മരങ്ങളെപ്പോലെ
ഫലമുള്ള മരങ്ങളായി വളരാൻ ദൈവം വിളിച്ച് നിർത്തിയിരിക്കുന്നവരാ നമ്മൾ. കാട്ടിലെ മരങ്ങളെ പോലെ അങ്ങോട്ട് ശേഖരം ഇങ്ങോട്ട് ശേഖരം തോന്നിയതുപോലെ നടന്നൊരു മരമാകാനല്ല. ചിലപ്പോൾ വളവിടും, ചിലപ്പോൾ വെള്ളം ഒഴിക്കും, ചിലപ്പോൾ ചില കമ്പുകൾ വെട്ടിക്കളയും. അടുക്കും ചിട്ടയോടും തോട്ടത്തിൽ നട്ട മരത്തിനൊക്കെ ഫലം കൂടുതലാണ്. തോട്ടത്തിൽ നട്ട വൃക്ഷങ്ങൾക്കൊക്കെ കുറച്ചുകൂടെ ശക്തി, ഫലം കൂടുതലാണ്, നന്മയാണ്. ഇതുപോലെ കർത്താവേ, ഞങ്ങളെ തോട്ടത്തിൽ നട്ട മരം പോലെ ഞങ്ങളെ വളർത്തണമേ. അത് കൂടുതൽ ഫലം കായ്ക്കാൻ ഇടവരും, കൂടുതൽ ഫലം. നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം മനസ്സിലേക്ക് ഓർത്ത് ഈ അനുഗ്രഹയിൽ പ്രാർത്ഥിക്കാൻ വന്ന ദിവസത്തെ ഓർത്ത് നന്ദി. അടുത്ത വെള്ളിയാഴ്ച, 3-ാം വെള്ളിയാഴ്ച 7 ആശീർവാദത്തോടെയുള്ള പ്രാർത്ഥന നടക്കുന്നതിന് നന്ദി. ഈ മാസത്തെ 4-ാം വെള്ളിയാഴ്ച കൽക്കുരിശിൽ ആ ഒരു തിരുനാൾ പോലെ നമ്മൾ പ്രാർത്ഥിക്കുന്നൊരു വെള്ളിയാഴ്ചയാണ് 4-ാം വെള്ളിയാഴ്ച കൽക്കുരിശ്. ഈ മാസമാണ് കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ. നമ്മുടെ ഈ ആലയത്തിൽ നമ്മൾ ആഘോഷിക്കുന്നത് ഈ മാസത്തിൻ്റെ 4-ാം വെള്ളിയാഴ്ചയാണ്. അതിനുശേഷം പ്രാർത്ഥനയോടെ നമ്മൾ ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ 2 വർഷങ്ങളിലേക്കാൾ അത്ഭുതങ്ങളും അടയാളങ്ങൾക്കും കാരണമാകട്ടെ. പലരും ചോദിക്കും, കഴിഞ്ഞ 2 വർഷവും പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് ഗുണമൊന്നും കിട്ടിയില്ലല്ലോ, പിന്നെന്തിനാ 3-ാമത്തെ വർഷം? ഒറ്റ വാക്കേ ഉള്ളൂ. ആ സമ്പന്നൻ്റെ ഭാര്യ പറഞ്ഞ ഒറ്റ വാക്ക്, നന്മ വരും, നന്മ വരും. സ്പീഡിൽ ഓടിച്ചു വിട്ടോ, ഞാൻ പറയാണ്ട് സ്പീഡ് കുറച്ചേക്കല്ലേ. ദൈവമേ, ഞങ്ങൾക്ക് തീക്ഷ്ണത നൽകണമേ, ധൈര്യം നൽകണമേ. ഞങ്ങളുടെ കുടുംബത്തിനകത്ത് നന്മകളെ കൊണ്ടുവരണമേ. കണ്ണുകളെ അടച്ച് തലമുറ തലമുറയാ കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആർക്കു വർണ്ണിച്ചിടാം പറഞ്ഞേ. തലമുറ തലമുറയാ കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആർക്കു വർണ്ണിച്ചിടാൻ പറ്റും? ആർക്കു വർണ്ണിച്ചിടാം. ആമേൻ.